കഷ്ടിച്ച് 8.5 ഏക്കറിൽ മാത്രം താഴെ വരുന്ന ഒരു ചെറിയ ഭൂപ്രദേശം, കൃത്യം പറഞ്ഞാൽ 8.3 ഏക്കർ വിസ്തൃതി, 5 ചെറുമലകൾ പരസ്പരം മുട്ടി ഉരുമിക്കിടക്കുന്ന ചെറുമലകളുടെ ഒരു സംഗമം, അതാണ് യെരുശലേം. അതിൻ്റെ ശരിയായ ഉച്ചാരണം ഊർ ഷാലോം എന്നാകുന്നു. ഊർ ഷാലോം എന്നത് ഇംഗ്ലീഷ് വൽക്കരിച്ച പേരാണ് നമ്മൾ ഉപയോഗിക്കുന്ന ജെറുസലേം. മലയാളത്തിൽ നമ്മൾ യെരുശലേം എന്ന് പറയും. ഊർ അർത്ഥം പട്ടണം, ഷാലോം അർത്ഥം സമാധാനം, സമാധാനത്തിൻ്റെ പട്ടണം. സമാധാനത്തിൻ്റെ പട്ടണമെന്ന് അർത്ഥമുണ്ടെങ്കിലും 50-ൽ റോമിലെ ടൈറ്റസ്, പിൽക്കാലത്ത് ബ്രിട്ടീഷ് ഭരണകൂടം, അതിനു മുമ്പ് ഓട്ടോമൻ തുർക്കികൾ, ചുരുക്കത്തിൽ വ്യത്യസ്തരായ സാമ്രാട്ടുകൾ, അധികാരികൾ തങ്ങളുടെ രഥചക്രമോടിച്ച് അധീനതയിൽപ്പെടുത്തിയ ഈ പ്രദേശം ലോകത്തിലെ ഏറ്റവും വലിയ തർക്കഭൂമിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തർക്കഭൂമി അയോധ്യയോ ബാബറി മസ്ജിദോ മറ്റിടങ്ങളോ അല്ല, അത് ഊർ ഷാലോം എന്ന 8.5 ഏക്കർ വരുന്ന ഈ സ്ഥലമാണ്. ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന നിർണായകങ്ങളായ പല ചർച്ചകൾക്കും ഈ ഭൂപ്രദേശമാണ് അടിസ്ഥാനമായി ഭവിക്കാനിടയുള്ളത്. ബൈബിളിൽ നിരവധി പരാമർശിക്കുക വഴി, പ്രവചനങ്ങൾ നിരവധി സൂചിപ്പിക്കുക വഴി ഈ സ്ഥലത്തെക്കുറിച്ചുള്ള അറിവ് ഏവർക്കും നന്നായിട്ടുണ്ട്. മറ്റൊന്നുകൂടി, ഈ സ്ഥലത്തേക്ക് അടുത്തൊന്ന് പരിചയിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രാവചനിക പ്രസക്തി മനസ്സിലാകൂ. ഇവിടം ഭരിച്ച രാജാവിൻ്റെ പേര് ബൈബിൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അവിടം ഭരിച്ച ഷാലോം രാജാവായ മൽക്കീസദേക്ക് എന്നൊരു പേര് കാണുന്നു. മൽക്കീസദേക്ക് എന്ന് ഭരിച്ചു എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ദൈവപുരുഷനായ അബ്രഹാം മൽക്കീസദേക്കും തമ്മിൽ എതിരേൽക്കുന്നു എന്നതുകൊണ്ട് മൽക്കീസദേക്ക് അക്കാലത്ത് ഭരിച്ചു എന്ന് ചിന്തിക്കുന്നു. പിൽക്കാലത്ത് ഈ സ്ഥലം ദാവീദ് തൻ്റെ രാജധാനിയാക്കി മാറ്റി. ഇവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഭരിച്ചു. ശലോമോൻ എന്ന വിശ്വസാഹിത്യകാരൻ, വിശ്വസാമ്രാട്ട് ഇവിടം ഭരിച്ചു. തദനന്തരം ഈ സ്ഥലം യഹൂദ രാജാക്കന്മാരുടെ ഭരണസിരാകേന്ദ്രമായി മാറി. അങ്ങനെ ചരിത്രത്തിലേറെ പരാമർശിക്കുന്ന ഊർ ഷാലോം അഥവാ യെരുശലേം. ഒരു ചെറിയ ചരിത്രം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഉള്ളടക്കത്തിലേക്ക് വരുന്നതാണ് യുക്തം എന്ന് കരുതുന്നു. ഊർ ഷാലോം എന്ന യെരുശലേം, അതിനെ നോക്കിക്കൊണ്ട് യേശു നടത്തിയ ഒരു പ്രവചനമാണ് നമ്മുടെ വായനയ്ക്ക് ആധാരം. യേശു ഈ സ്ഥലത്തെ നോക്കുന്നു. ആ സ്ഥലത്തെക്കുറിച്ച് യേശു നടത്തുന്ന ഒരു പ്രവചനം, ആ പ്രവചനത്തിൻ്റെ സ്വഭാവം ആ ജനതയുടെ പ്രതികരണത്തെ ആധാരമാക്കിയാണ്. സാക്ഷാൽ യെരുശലേമിൻ്റെ നായകനായവൻ തൻ്റെ പിതാവിൻ്റെ ആലയമിരിക്കുന്ന ഇടത്തേക്ക് ജഡം പൂണ്ടുവന്ന വചനമെന്ന കർത്താവായ യേശു ക്രിസ്തു 2000 ആണ്ടുകൾക്കപ്പുറത്ത് തൻ്റെ പിതൃദേശത്തേക്ക് വരുന്ന ഘട്ടത്തിൽ അവിടെയുള്ള ആളുകൾ കയ്യിൽ കല്ലെടുത്തു എറിയാൻ. ആരെയാണ് എറിയാൻ തുനിയുന്നതെന്നറിയണ്ടേ? അവർ ആരാധിച്ചു പോന്ന, അവർ അദൃശ്യനായി കണ്ട, അവർ പ്രാർത്ഥിച്ച് അംഗീകരിച്ചു പോന്ന സാക്ഷാൽ വചനമായവനിതാ ജഡമെടുത്തു വന്നിരിക്കുന്നു. അദൃശ്യനും സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുമെന്നവനും വന്ന് സ്ഥിരീകരിച്ചുറപ്പിച്ച മനസ്സിലാക്കിയ മനുഷ്യന് വചനം ജഡമെടുത്ത് തങ്ങളരികിലേക്ക് വന്നത് കാണാൻ അകക്കണ്ണുകൾ തുറന്നില്ല. ഇന്ന് യേശുവിനെ കാണാൻ എല്ലാവർക്കും സാധിക്കുന്നില്ല. യേശുവിനെ ഭൗതിക കണ്ണുകൊണ്ടല്ല, ഹൃദയക്കണ്ണുകൊണ്ട് കാണുന്നവർക്ക് മാത്രമേ അവിടുന്ന് ആര് എന്ന് മനസ്സിലാക്കുകയുള്ളൂ. അത് പരിശീലനം കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, പഠിച്ചുള്ള അറിവ് കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ജെറിഹോയുടെ പടിവാതിക്കൽ ഇതാ ഒരു കുരുടൻ കിടക്കുന്നു. ആ കുരുടൻ തൻ്റെ മുമ്പിൽ കൂടി കടന്നു പോകുന്ന യേശുവിനെ ആത്മാവ് കൊണ്ടോ അതല്ലെങ്കിൽ ഹൃദയം കൊണ്ടോ തിരിച്ചറിയുന്നു. കണ്ണുകൊണ്ട് തിരിച്ചറിയുന്ന ആളുകൾ അതുവഴി പോകുന്ന യേശുവിനെ നോക്കി പരിഹാസ സ്വരങ്ങളോടെ അഭിസംബോധന ചെയ്യുകയാണ്. അതുവഴി പോകുന്നവർക്ക്
അതുവഴി കടന്നു പോകുന്ന യേശുവിനെ കാണുന്നത് അവർ തച്ചൻ്റെ മകനെന്നും മറിയയുടെ മകനെന്നും ശാസ്ത്രമറിയാത്തവനെന്നും വിളിപ്പേരിനാൽ ആക്ഷേപിക്കുമ്പോൾ ഒരിക്കലും ന്യായപ്രമാണം വായിച്ചിട്ടില്ലാത്ത, പുറം കണ്ണുകൊണ്ട് ലോകത്തെ കണ്ടിട്ടില്ലാത്ത അവന് യേശുവിൻ്റെ പാദസ്പന്ദനം അന്തരാത്മാവിൽ ഒരു ഉണർത്തുപാട്ടായി വ്യാപിച്ചു. അരികിലേക്ക് അമരുമ്പോൾ അവൻ ജനത്തെ നോക്കി, അവന് തൻ്റെ അകക്കണ്ണുകൊണ്ട് യേശുവിനെ തിരിച്ചറിഞ്ഞിട്ട് അവൻ മാത്രം വിളിക്കുന്നു, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. അവനാണ് യേശുവിനെ മനസ്സിലായത്. അങ്ങനെയെങ്കിൽ യെരുശലേമിലേക്ക് വന്ന യേശുവിനെ യെരുശലേമിലെ പണ്ഡിത ലോകത്തിന് മനസ്സിലായില്ല. യെരുശലേമിലേക്ക് വന്ന യേശുവിനെ അവിടെ കൂടി വന്ന ജനതയ്ക്ക് പിടികിട്ടിയില്ല. സാക്ഷാൽ എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ? ആലയത്തെക്കുറിച്ചുള്ള എരിവ് നിമിത്തം അതുവഴി വന്നപ്പോൾ കണ്ട കച്ചവട സമാനമായ ജീവിത താല്പര്യങ്ങൾക്ക് നേരെ പണ്ടൊരിക്കൽ തൻ്റെ ചാട്ടവാർ കയ്യിലെടുത്തവൻ, ആ ജനത്തെ നോക്കി തെറ്റിനെതിരെ വിരൽ ചൂണ്ടിയവൻ, കാലങ്ങൾക്ക് ശേഷം ഇതാ ഇതുവഴി വരുമ്പോൾ വീണ്ടും അവർ കല്ലെടുക്കുന്നു എറിയാൻ. ആ കല്ല് ന്യായപ്രമാണത്തിൽ ഏറ്റവും കടുത്ത കുറ്റം ചെയ്യുന്ന ദുർമാർഗിക്കും മോഷ്ടാവിനുമൊക്കെ കൊടുക്കുന്ന ശിക്ഷയാണ്. കുറ്റം ചെയ്യുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലേണം. അത് ന്യായപ്രമാണത്തിൻ്റെ നിയമമാണ്. അത് മോശ പഠിപ്പിച്ചതാണ്. അത് ചരിത്രത്തിലുടനീളം കാണുന്നതാണ്. പക്ഷെ കല്ലെടുത്ത് യേശുവിന് നേരെ എറിയാൻ തുടങ്ങുമ്പോൾ കല്ലേറിൻ്റെ മുമ്പിൽ പതറാതെ അവൻ ആ ജനത്തോട് സംസാരിക്കുകയാണ്. സ്നേഹബുദ്ധിയാ പറഞ്ഞു കൊടുക്കുകയാണ്, ഓ യെരൂശലേം, യെരൂശലേം, അല്ലയോ യെരൂശലേമേ, യെരൂശലേമേ, എന്നെ മാത്രമല്ല ഇതുവഴി ഞാൻ അകച്ച പ്രവാചകന്മാരെ നീ ഇതുപോലെ കല്ലെറിഞ്ഞു. ഇനിയും നീ അനവധി ആളുകളെ കല്ലെറിയും. കല്ലെറിഞ്ഞവരുടെ ജീവിതത്തെ ഉന്മൂലനം ചെയ്ത നിന്റെ അരികിലേക്ക് ഞാൻ പലരെ അയച്ചു. പക്ഷേ അവരെ ഒന്നും ഉൾക്കൊള്ളാൻ നിനക്ക് മനസ്സായില്ല. 21 ദിനരാത്രങ്ങൾ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും അവനെ ഉൾക്കൊള്ളാൻ മനസ്സില്ലാത്ത ഹൃദയങ്ങളുണ്ടോ? അത് ഭാരപ്പെടാതെ യേശു പറയുക, എന്നിട്ടും നിന്നെ തൻ്റെ ചിറകടിയിൽ കോഴി സൂക്ഷിക്കും, മക്കളെ സൂക്ഷിക്കും പോലെ കരുതിക്കൊള്ളാൻ എനിക്ക് മനസ്സായിരുന്നു. ദയാവായ്പിൻ്റെ ഉടമയായ യേശു ഇന്നും കരുതുവാൻ സന്നദ്ധനായി നമ്മുടെ മധ്യത്തിലുണ്ട്. അവൻ്റെ സംരക്ഷണ വലയം, അവന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ആദരവ്, അതിൻ്റെ ആധിക്യം, അത് നിമിത്തം നമുക്ക് അവനോട് ചേർന്നിട്ട് പറയാം, നീയാണെൻ്റെ സംരക്ഷകൻ, അങ്ങാണെൻ്റെ കർത്തൃത്വം ഏറ്റെടുത്തവൻ, അങ്ങാണെൻ്റെ നായകൻ, അങ്ങയെ കൂടാതെ ഇടത്തോട്ടോ വലത്തോട്ടോ പോകാൻ ഇടവരാത്ത വിധത്തിൽ ഞാൻ സ്നേഹത്തിൻ്റെ ചങ്ങല കണ്ണികൊണ്ട് നിന്നോട് ചേർന്നിരിക്കുന്നു. എത്ര സന്തോഷമാണ് യേശുവിനോട് ചേർന്നിരിക്കുന്നത്. യേശുവിനോട് ചേർന്നിരിക്കുന്നത് എനിക്ക് സ്വർഗവാസത്തിന് തുല്യമാണ്. യേശുവിനോട് ചേർന്നിരിക്കുന്നത് ഞാൻ അവനെ അക്ഷരാർത്ഥത്തിൽ കാണുന്നതിന് തുല്യമാണ്. ഒരു കാന്ത എങ്ങനെ കാന്തനോട് ചേർന്നിരിക്കുമോ അവണ്ണം ഞാൻ ഗുരു നിന്നോട് ചേർന്നിരിക്കുന്നു. പത്രോസ് പറഞ്ഞതുപോലെ നിത്യജീവൻ്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. നിന്നെ വിട്ട് ഞാൻ എവിടേക്കാണ് പോവുക? ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് നിന്നെ ചേർത്ത് കൊള്ളാൻ മനസ്സായിരുന്നു. വേണ്ട വേണ്ട, എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്തോണം, ഇനിയൊന്നും പറ്റില്ല. ഇനി ഈ വഴി വരല് അവിടെ ഇരുന്നോണം. സ്തോത്രം. ഇങ്ങനെ ആരും വന്നാൽ എനിക്ക് പേടിയാണ്, നീ എന്നെ ആക്രമിക്കാനോ വല്ലാണോ? സ്തോത്രം. ശ്രദ്ധിച്ചിരിക്കണം. നമുക്കിനി യെരൂശലേമിലേക്ക് തന്നെ ഒന്നുകൂടി വരാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇടയ്ക്കൊക്കെ കസേരയുണ്ട്, ഒരെണ്ണം വെറുതെ ഇട്ടിരിക്കുകയാണ്. 2 ദോഷമാണ്. അത് ഇവിടെ നിന്ന് നോക്കിയാൽ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഈ പല്ലില്ലാത്തൊരാൾ ചിരിച്ച ഫോട്ടോ എടുത്ത് എങ്ങനെ ഇരിക്കും? നിറഞ്ഞ സദസ്സിൽ ഒരു 2-3 കസേര കിടക്കുന്നുണ്ട്, അങ്ങനെ ഇരിക്കും. അതാ വിഷയം. അതുകൊണ്ടാണ് പറഞ്ഞത്, കയറി ഇരുന്നിട്ടോ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കണം. പിന്നിലേക്ക് ആൾക്കാർക്ക് ഇരിക്കാൻ പ്രയാസം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളുകൾ പിന്നിലേക്ക് നോക്കണ്ട, ഇങ്ങോട്ട് നോക്കിയാൽ മതി. എന്നെ മാത്രമേ ഇപ്പോൾ നോക്കാവുള്ളൂ. ബോറടിക്കുന്ന എനിക്കറിയാം, എന്നാലും ശ്രദ്ധിച്ചിരുന്നേ. അപ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് വരാം. യേശു പറഞ്ഞു, ഞാൻ പോവാണ്. പോയ ഞാനിങ്ങ് വരും. പോയതുപോലെയല്ല ഞാൻ വരുന്നത്. പോയ ഞാൻ തിരിച്ചു വരുമ്പോൾ ഇന്നെന്നെ കല്ലെറിയാൻ തുനിഞ്ഞ നിനക്ക് അന്ന് മനസ്താപം വരും. അന്ന് എന്നെ കണ്ടിട്ട് നീ പറയും,
യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയോളം നിങ്ങൾ എന്നെ കാണുകയില്ല. ഇതാണ് വായിച്ചത്. ഗ്രഹിക്കാൻ പറ്റിയോ? അത് നമുക്ക് ആഴത്തിൽ ഇതൊന്ന് പഠിച്ച് ഗ്രഹിച്ച് ബോധ്യപ്പെട്ടു പോകണം. പ്രിയരേ, യെരൂശലേമിനെ കുറിച്ചൊരു വിശദീകരണം ഞാൻ പറഞ്ഞു. 5 മലകൾ എല്ലാം ചേർന്ന് 8.5 ഏക്കർ. അവിടെ ചെറുമലകളാണ്, തീരെ ചെറിയ മലകൾ. അതിൽ 4 മലകൾ ഇന്നും നമുക്ക് കാണാം. ഒരു മല കാണാൻ പറ്റില്ല. കാരണം ഈ 4 മലകൾക്കുള്ളിലാണ് ഒരു മല. കാരണം നമ്മൾ അവിടെ നിന്നുകൊണ്ടായിരിക്കും ചോദിക്കുന്നത്, ആ മല എന്ത് ചെയ്യും? അവിടെ നമ്മൾ നിൽക്കുന്നത്. ഈ മല എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കുള്ളൊരു കൺസെപ്റ്റുമല്ല അവിടെ ഉള്ളത്. ചെറിയ മൊട്ടക്കുന്നുകൾ, ചെറിയ കുന്നുകൾ. അതൊന്ന് വിശദീകരിച്ച് പറയാനുണ്ട്. 5 മലകളിൽ ഒന്നിൻ്റെ പേര് ഓർന്നാൻ്റെ കളം എന്നാണ്. ഓർന്നാൻ്റെ കളം. ചെറിയ ഫീൽഡ് ഉണ്ടായിരുന്നു അവിടെ. ഓർന്നാൻ്റെ കളമാണൊന്നെങ്കിൽ അടുത്ത് നിങ്ങൾക്ക് പരിചയമുള്ളൊരു മലയാണ്. അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ച മോറിയ ആണ് മറ്റൊന്ന്. അടുത്ത മലയും നിങ്ങൾക്ക് പരിചിതമാണ്, വായിച്ചുള്ള നല്ല അറിവ്. ഉത്തരഗിരിയായ സിയോൻ, ഉയരം കൊണ്ട് മനോഹരം. ഒത്തിരി ഉയരമുണ്ടെന്നല്ല, മനോഹരം. സർവഭൂമിയുടെയും ആനന്ദം, അത് വരാനിരിക്കുന്നതാണ്. 4-മത്തെ മല പരിചയമില്ലാത്ത ഒരാളും ഉണ്ടാവില്ല. അത് ഞാനും നിങ്ങളും ഏറെ കെട്ടിയിട്ടുള്ള ലോകത്ത് തന്നെ ഏറ്റവും 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 പ്രസിദ്ധമായൊരു മലയാണ്. അതിൻ്റെ പേര് കാൽവറി അഥവാ ഗോൽഗൊഥ. ഇത് കേൾക്കാത്തവരില്ല. എത്ര രസകരമാണ് ആ ജോഗ്രഫിക്കൽ സെറ്റിംഗ്. കാരണം അതാ കിഴക്ക് ഭാഗത്തായി മോറിയാമല, അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി ഇതാ നമ്മുടെ നമ്മുടെ കർത്താവിനെ യാഗം കഴിച്ച, തൻ്റെ പ്രാണനെ അവിടുന്ന് നമുക്ക് വേണ്ടി നൽകിത്തന്ന ഗോൽഗൊഥ. അബ്രഹാമേന്ന് വിളിക്കുമ്പോൾ അബ്രഹാം തിരിഞ്ഞു നോക്കിയത് എങ്ങോട്ടാണെന്ന് ആലോചിച്ച് നോക്കി. അത്ര മനോഹരമായ സ്ഥലം. വടക്ക് സിയോൻ, തെക്ക് ഓർന്നാൻ്റെ കളം, നടുക്കൊരു മല, എല്ലാം ചേർത്ത് 5 മല. ഈ മലകൾ എന്ന് പറഞ്ഞപ്പോൾ അത്ര ഉയരമുള്ളതല്ലെന്ന് ഞാൻ പറഞ്ഞു. മറിച്ച് എങ്ങനെയാണെന്ന് ബോധ്യപ്പെടുത്താം. നമ്മുടെ കർത്താവിനെ ക്രൂശിച്ച ഗോൽഗൊഥ പോലും ഒരു ചെറിയ മലയാണ്. കൃത്യമായിട്ടൊന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പന്തലിൻ്റെ കാല് കണ്ടോ, ഈ പില്ലറ് കഷ്ടിച്ച് ഇത്രയും കൂടി പൊക്കം കാണും. ഒരു ചെറിയ മല, ഒരു കട്ടിങ്. ഇതാണ് ഈ ഗോൽഗൊഥ. നമ്മൾ ഈ ഗോൽഗൊഥ കണ്ടാൽ അകപ്പാടെ മനസ്സിലെ പ്രതീക്ഷകൾ മുഴുവൻ മാറിപ്പോവും. ഇതിനാണോ ഞാൻ ഇത്ര നാളും ഈ വൈബ്രേഷൻ ഇട്ട് വെറുതെ ഗോൽഗൊഥ കാൽവറി ആത്മാവിലായപ്പോഴങ്ങ് പറഞ്ഞു പോയതാണ്. ചെറിയൊരു മലയാണ് ഗോൽഗൊഥ. അതുകൊണ്ട് ഇനി ഇങ്ങനെ പറയുമ്പോൾ ആ വൈബ്രേഷൻ വേണ്ട. മനസ്സിലായോ? അതിനുള്ള വകുപ്പില്ലതാ. ചെറിയൊരു മലയ്ക്ക് ഇങ്ങനെ വൈബ്രേഷൻ ഇട്ടാൽ നമ്മുടെയൊക്കെ നാട്ടിലെ മലകൾക്ക് എത്ര നേരം നിന്ന് പറയണം. ഹൈ റേഞ്ചിലൊക്കെ പോയാൽ മണിക്കൂറെടുത്ത് പറയേണ്ടി വരും ആ മലയുടെ വലിപ്പം. പക്ഷെ മല പ്രസിദ്ധമായത് അവിടെ ഒരു സംഭവം നടന്നപ്പോഴാണ്. അല്ലേ, ആരും അത് ശ്രദ്ധിക്കില്ല. നമുക്ക് അതിലേക്ക് ക്രമേണ വരാം. അതിന് മുമ്പ് ഈ ജിയോഗ്രഫിക്കൽ സ്ട്രക്ചർ ഒന്നുകൂടി പഠിക്കണം. 5 മലകൾ മുട്ടികുരുമ്മി ഒരു മല പോലെ കിടക്കുന്നു. ആ മല ഒരു താഴ്വരയിൽ അസ്തമിക്കുന്നു, അവസാനിക്കുന്നു. അവിടുന്ന് ഓപ്പോസിറ്റ് ധ്രുവത്തിൽ മറ്റൊരു മല തുടങ്ങും. രണ്ടിൻ്റെ ഇടയിൽ കൂടി ഒരു ചാലൊഴുകുന്നു. ആ ചാല് അല്ലെങ്കിൽ ആ ഒഴുക്കിൻ്റെ പേരും നിങ്ങൾ അറിയും, കിദ്രോൻ. കിദ്രോൻ കടന്ന് കിഴക്കുവശത്ത് തലയുയർത്തി നിൽക്കുന്ന മലയുണ്ടല്ലോ, അതും വളരെ 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 പ്രസിദ്ധം. അതിൻ്റെ പേരാണ് ഒലിവ് മല. ചുരുക്കത്തിൽ ഒലിവ് മലയെയും യെരുസലേമിനെയും വേർതിരിക്കുന്ന അതിര് കിദ്രോൻ. കിദ്രോൻ തോട് കടന്ന് അക്കരെ കടക്കുമ്പോൾ ആദ്യം കാണുന്നത് ആ ഒലിവ് മലയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യത്തെ ചെരിവുണ്ടല്ലോ, ആ ചെരിവ് വളരെ പ്രസിദ്ധമാണ്.
യേശു അവിടെ ഇരുന്നാണ് പ്രാർത്ഥിച്ച സ്ഥലം. വിശേഷിച്ച് തൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ സ്ഥലം യോഹന്നാൻ 17. ഇവിടെ ഇരുന്നുകൊണ്ട് ആ യേശു മഹത്തരമായൊരു തത്വം വെളിപ്പെടുത്തിയത്, പിതാവേ, ലോകാരംഭത്തിന് മുമ്പ് നിന്റെ അടുക്കൽ എനിക്കുണ്ടായിരുന്ന മഹത്വം, യേശു തൻ്റെ പൈതൃകം പാരമ്പര്യം തെളിയിക്കുന്ന പ്രാർത്ഥനയുടെ വേള മാത്രമല്ല, ഈ സ്ഥലത്തിൻ്റെ പ്രസിദ്ധി വീണ്ടുമുണ്ട്. ഇവിടെ വച്ചാണ് നമ്മളെ കർത്താവ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് ഗെത്സമന. ആ പേരിൻ്റെ അർത്ഥം തന്നെ മുന്തിരിച്ചക്കിരിക്കുന്ന ഇടം, മുന്തിരിച്ചാറെടുക്കുന്ന ഇടം. സാക്ഷാൽ മുന്തിരിയായിരുന്ന അവനെ അവിടെ വച്ചാണ് രക്തം തീർത്ത് ഏറ്റവും പരിക്ഷീണനായി യേശു അറസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ഥലം. ആ മലയുടെ മുകൾ ഭാഗമാണ് ഞാനും നിങ്ങളുമൊക്കെ കേട്ട് മനസ്സിലാക്കിയ ഒലീവ് മല. ഇനി അങ്ങേ സൈഡ് കൂടി പറഞ്ഞാൽ വിരസമായ ആ ചരിത്രം ഞാൻ വിട്ടേക്കാം. ആ മറുവശം എനിക്ക് നിങ്ങൾക്കും ഏറെ പ്രസിദ്ധവും ബോധ്യമുള്ളതുമാണ്. പക്ഷേ യേശുവിന് ഏറെ പ്രിയപ്പെട്ട ഒരു വീട് അവിടെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും, 2 സഹോദരിമാരും ഒരു സഹോദരനുമൊക്കെ പാർത്തൊരു സ്ഥലം ഓർമ്മയുണ്ടല്ലോ, ബഥാന്യ. ഒലിവ് മലയുടെ അങ്ങേ ചെരുവിൻ്റെ പേര് ബഥാന്യ, ഇങ്ങേ ചെരുവിൻ്റെ പേര് ഗെത്സമന. നടുക്കുള്ള ഭാഗം ഒലിവ് മല, പിന്നിലുള്ള ഭാഗം മനോഹരമായ യെരൂശലേം. ഈ ബഥാന്യയിലാണ് ലോകത്ത് കടുക് മരങ്ങളുള്ള ഒരേ ഒരു സ്ഥലം. ലോകത്ത് കടുക് ചെടികളാണ് നമ്മൾ കണ്ടത്, മനസ്സിലാക്കിയത്. പക്ഷെ കടുക് മരങ്ങൾ ഇന്നും ഈ ഒരു സ്ഥലത്ത് മാത്രമുണ്ട്. അവിടെ മാത്രമേ കടുക് മരങ്ങളുള്ളൂ. അതൊക്കെ പോട്ടെ, ഇന്നുമുണ്ട് ഈ കടുക് മരങ്ങൾ. ഇതൊന്നും അത്യധികം വിശദീകരിക്കേണ്ട ഒരാവശ്യമില്ല. ഈ സ്ഥലമൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് പിന്നെ വരുന്ന ചിന്തകൾക്ക് അത്യന്താപേക്ഷിതമാണ്. സ്തോത്രം. ഇത്രയും മനസ്സിലായെങ്കിൽ അടുക്കും ചുറ്റോടും കാര്യം ഗ്രഹിച്ചെങ്കിലേ ബൈബിളിലെ പ്രവചന സംഭവങ്ങളുടെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് ഈ സ്ഥലം വളരെ പ്രധാനം. ഇവിടെ നിന്നുകൊണ്ട് വേണം നമുക്കിതര വസ്തുതകൾ ചിന്തിക്കാൻ. ഈ സ്ഥലത്ത് ഏതാണ്ട് ഒരു ചുറ്റുമതിലുണ്ട് യെരൂശലേമിന് ചുറ്റും. 8 ഏക്കറോളം വരുന്ന യെരൂശലേം എന്നറിയപ്പെടുന്ന നഗരത്തിന് ചുറ്റും ഒരു മതിൽ. ആ മതിൽ പലയാവർത്തി ഇടിഞ്ഞു പോയിട്ടുണ്ട്. ചിലർ അത് പുനർനിർമ്മിച്ചിട്ടുണ്ട്, നെഹെമ്യാവിനെ പോലൊക്കെയുള്ള ആളുകൾ. ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ 8 വാതിലുകളുണ്ട്. 8 വാതിലുകളിൽ 7 വാതിലും തുറക്കാൻ കഴിയുന്ന വിധത്തിലാണ് അതിൻ്റെ നിർമ്മാണം. 8ാമത്തെ വാതിലും തുറക്കാൻ കഴിയും വിധത്തിലായിരുന്നു നിർമ്മാണം. പക്ഷേ ഈ വാതിൽ അടഞ്ഞിട്ട് കൃത്യം പറഞ്ഞാൽ 2000-ലധികം, കൃത്യം പറയാനാവില്ല, 2000-ലധികം വർഷങ്ങളായി ആ വാതിൽ തുറന്നിട്ടേ ഇല്ല, അടഞ്ഞു കിടക്കുകയാണ്. ചിന്താർഹമായൊരു കാര്യം, ഈ വാതിൽ കിഴക്ക് വശത്തെ വാതിലാണ്. ഈ കിഴക്ക് വാതിൽ തുറക്കാനായിട്ടില്ല എന്ന് മാത്രമല്ല, അത് തുറക്കാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു പോയി. 1919 ഡിസംബർ മാസം 9-ാം തീയതി ഈ സ്ഥലം, ഈ വാതിൽ പൊളിച്ച് അകത്ത് കുടുങ്ങിപ്പോയ ആളുകൾ ഇതുവഴി രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തി, വിജയിച്ചില്ല. 1963 ജൂൺ മാസം 5 മുതൽ നടന്ന 6 ദിവസത്തെ യുദ്ധത്തിലും ഈ സ്ഥലം, ഈ മതിൽ, ഈ പറയപ്പെട്ട കിഴക്കേ വാതിൽ പൊളിച്ചുകൊണ്ട് പുറത്തു കിടക്കാൻ പടയാളികൾ ഒരു ശ്രമം നടത്തി. അന്നും വിജയിച്ചില്ല. ഇതുവരെയും തുറക്കാനാവാതെ അടഞ്ഞു കിടക്കുന്ന ആ വാതിലിന് ഒരു പേര് പറയും, ഗോൾഡൻ ഗേറ്റ് അഥവാ സുവർണവാതിൽ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ വാതിൽ അടഞ്ഞു കിടക്കുന്നത് എന്ന ഒരു വാക്യത്തിലോടുകൂടി നമുക്കടുത്ത ഉള്ളടക്കത്തിലേക്ക് കടക്കാം. ഈ വാതിൽ അനവധി വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്നു. മനുഷ്യൻ ബുൾഡോസറുകൾ പോലെയുള്ള ഉപകരണങ്ങൾ കണ്ടുപിടിച്ചു. എളുപ്പത്തിൽ ഏതും ഇടിച്ചു നിരത്താൻ കഴിയുന്ന സംവിധാനങ്ങൾ കണ്ടുപിടിച്ചു. പക്ഷേ ഇന്നും ഈ സ്ഥലം മാത്രം ആർക്കും തുറക്കാനാവാതെ കിഴക്കേ വാതിൽ അടഞ്ഞു കിടക്കുന്നു. അതിൻ്റെ കാരണം യെസക്കേൽ പ്രവചനം 44-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. യെസക്കേൽ 44:1, യെരൂശലേമിൻ്റെ കിഴക്ക വാതിൽ എന്തുകൊണ്ട് അടഞ്ഞു കിടക്കുന്നു? വായിക്കാം. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ വാതിക്കലേക്ക് മടക്കി കൊണ്ടുവന്നു. എന്നാൽ അത് അടച്ചിരുന്നു. എന്നാൽ ആ വാതിൽ അടച്ചിരുന്നു. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, ആ നിമിഷം യഹോവ എന്നോട് അരുളി ചെയ്തത്,
ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. മനുഷ്യപുത്ര, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. ആരും അതിൽ കൂടി കടക്കരുത്. ആരും അതിൽ കൂടി കടക്കരുത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം. കാരണം മനസ്സിലാക്കില്ലോ? ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇതിൽ കൂടി അകത്ത് കടന്നിരിക്ക കൊണ്ട് അത് അടച്ചിരിക്കണം. അത് തുറക്കരുത്. ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ ഈ പുസ്തകത്തിലെ പ്രവചനത്തിൻ്റെ ആധികാരികത ദൈവമക്കൾ ഓർക്കണം. വർഷം ഇത്ര കഴിഞ്ഞിട്ട് ആർക്കും തകർക്കാനാവാത്ത ചങ്കുറപ്പോടെ അടയപ്പെട്ട വാതിൽ ഒരു കാര്യം വിളിച്ചു പറയുന്നു. ആർക്കും ഇത് തുറക്കാൻ സാധിക്കില്ലെങ്കിലും താമസം വിനാ ഇത് തുറക്കും. ആരാണ് തുറക്കുക എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ, അജയ്യനായ ദൈവത്തിൻ്റെ പുത്രന് വേണ്ടി മാത്രം കിടക്കുന്ന ഈ കഥക് ഉലകത്തോടൊരു കാര്യം വിളിച്ചു പറയുന്നു. ഒരു രാജാവ് നീതിയോടെ വാഴും. അത്ഭുതമന്ത്രിയായവൻ, വീരനാം ദൈവമായവൻ, നിത്യതയുടെ പിതാവായവൻ, ഈ ദേശം ഉലകം മുഴുവൻ ഭരിക്കുന്ന ദൈവം സർവഭൂമിക്കും രാജാവായി മാറുന്ന മനോഹര നിമിഷം കാത്ത് ആ വാതിലിങ്ങനെ കിടക്കുക, അവൻ്റെ കാൽപ്പെരുമാറ്റം കേൾക്കാൻ. അതുകൊണ്ട് നമ്മുടെ ചിന്താവിഷയം നമ്മുടെ കർത്താവിൻ്റെ പുനരാഗമനത്തോട് ബന്ധപ്പെട്ട് യെരുശലേം കേന്ദ്രീകരിച്ചുള്ള ഒരു വീക്ഷണത്തിനാണ് ഞാൻ തുറന്നുള്ള നിമിഷങ്ങൾ വെറുതെ ഇരിക്കുന്നത്. പ്രാർത്ഥനയോടെ വചനം കേട്ടുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇനി ഈ സ്ഥലത്തേക്ക് യേശു വന്നു. ഇപ്പോൾ എല്ലാം നന്നായി തറവായി എന്ന് തോന്നുന്നു, കാര്യങ്ങൾ മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. ഈ സ്ഥലത്തേക്ക് യേശു വന്നു. ആ സ്ഥലത്തെത്തിയ യേശു കർത്താവ് കല്ലെറിയാൻ ആളുകൾ തുണിയുമ്പോൾ അവിടെ നിന്ന് ഈ കിദ്രാൻ തോട് കടന്ന് അങ്ങോട്ട് പോവാം. ഇതോടനുബന്ധിച്ച് ഒരു കാര്യം കൂടി നടന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു, ഗുരു, നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് പോകല്ലേ, ഒരു കാര്യമൊന്ന് ശ്രദ്ധിച്ചേ. ഈ ആലയം എത്ര മനോഹരമാണ്. യെരൂശലേം ദേവാലയം കാണിച്ചു കൊടുത്തു. അത് ശരിയായിരുന്നു. എത്ര ഭംഗിയുള്ള പണിയാണ്. കാരണം വഴിപാടുകൾ കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കിയ മുത്തുകളാൽ അലങ്കരിച്ചൊരു മനോഹരമായ പള്ളി. അതിൻ്റെ ചരിത്രം ഒത്തിരിയുണ്ട്. പക്ഷേ ഇത് കേട്ടിട്ട് യേശു അവരോട് പറഞ്ഞൊരു വാക്ക് അവർക്കൊരല്പം നിരാശ വരുന്നായിരുന്നു. എന്താണെന്ന് അറിയണ്ടേ? ഈ ആലയം ശൂന്യമാകും. ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകരുന്ന ഒരു കാലം വരും. അവർക്കൊരു സങ്കടം. പള്ളി വിട്ടു പോന്നെങ്കിലും പള്ളിയെക്കുറിച്ചുള്ള ഓർമ്മ അവരെ ഇങ്ങനെ മതിക്കും. ചിലർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പള്ളി വിട്ടു പോകണമെങ്കിലും ചിലർക്ക് അവിടെ കേൾക്കുന്ന ആ റാസയും എഴുന്നള്ളിപ്പൊക്കെ വരുമ്പോൾ അറിയാതൊരു ഉന്മേഷം വരികയല്ലേ. ദൈവമക്കൾക്ക് ഉന്മേഷം വരുന്ന വചനം കേൾക്കുമ്പോഴാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഇഷ്ടമില്ലാത്ത ഒരാൾ പ്രസംഗിക്കാൻ നിന്നാലും യേശു എന്ന് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ വിധം മാറും. നമ്മൾ ആവേശഭരിതരാകും. ഹല്ലേലൂയ. ഏത് കൊടും ഭാവി നിന്നുകൊണ്ട് യേശു എന്ന് പറഞ്ഞാലും നമ്മൾ പെട്ടെന്ന് ചാർജാകും. എന്താ കാര്യം? ആ വാക്കിൻ്റെ ശക്തി അതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചിലരിന്നും ചെണ്ടടി, റാസ, എഴുന്നള്ളിപ്പ്, സുറിയാനി ഗീതം ഒക്കെ കേട്ട് കഴിയുമ്പോൾ അറിയാതെ ഉന്മേഷഭരിതരാകുകയല്ലേ. സൂക്ഷിച്ചോണേ, ശ്രദ്ധിക്കണം. ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, ഇത് മനോഹരമാണ്. ലോകം എത്ര മനോഹരമാക്കി സൃഷ്ടിച്ചാലും തമ്പുരാൻ്റെ പദ്ധതി പോലെ ആവില്ല. അതുകൂടി പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. ദേവാലയം മനോഹരമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷെ അതൊന്നും യേശുവിനെ ആസ്വദിക്കാൻ പാകത്തിനുള്ള മനോഹാരിതയില്ല. എന്തേ കാര്യം? സ്വർഗീയ മഹിമ വെടിഞ്ഞ് താനഭൂമിയിലേക്ക് വന്നവനെ ആനന്ദചിത്തനാക്കുന്ന ഒരു നിർമ്മിതിയും ഭൂമിയിലില്ല. ഒന്നുമില്ല. അതാ ചൊല്ലി ചോദിക്കും, യേശുവിന് പാപം ചെയ്യാൻ സാധിക്കുവൻ എന്തോ കണ്ടിട്ട്? മനസ്സിലായോ? എന്തോ കണ്ടിട്ടാ. മനസ്സിലായോ പറഞ്ഞത്? എങ്ങനെ യേശുവിന് ആകർഷണം തോന്നി ഏതൊരു വസ്തുവിനോട്? കാരണം അവൻ ദൈവരൂപത്തിലിരിക്കെ, എത്ര ആനന്ദമാണ് വാക്യം, ക്രിസ്തുയേശുവിന്റെ ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം
മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അതുകൊണ്ട് ഇതൊന്നും യേശുവിനെ ആകർഷിക്കില്ല. അത് ആകർഷിക്കില്ലെങ്കിലും ആകർഷിക്കുന്ന ഒരു ഘടകമുണ്ട്. ഒറ്റ ഘടകം ആകർഷിക്കും. എന്താണെന്നറിയണ്ടേ? ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ആത്മനിറവിന് അനുഗുണമാം വിധം തൻ്റെ ഭക്തന്മാർ തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഇടത്ത് തൻ്റെ പുത്രൻ ഇറങ്ങി വരാൻ ഇഷ്ടമാണ്. 2-3 പേർ തിരുനാമത്തിൽ സന്നിഹിതരാകുന്ന നടുവിൽ വാഗ്ദത്തം പോലെ അവൻ ഇന്ന് രാത്രിയും വന്നിട്ടുണ്ട്. യേശുവിനേറെ ഇഷ്ടപ്പെട്ട ഇടം യെരൂശലേമല്ല, എൻ്റെയും നിങ്ങളുടെയും ഹൃദയമാണ്. യെരൂശലേം എന്ന മഹത്തര ദേവാലയത്തിൽ ഇരിക്കാനും താല്പര്യമില്ലാത്തവന് ഈ ചെറിയ ഹൃദയത്തിൽ ഇരിക്കാൻ ഇഷ്ടമാണെന്ന്. എത്ര പ്രിയപ്പെട്ടവർക്ക് ഈ ഹൃദയം സമ്പൂർണ്ണ അളവിൽ ഇന്ന് യേശുവിന് അർപ്പിച്ചു കൊടുക്കാൻ കഴിയും? അതിന് കഴിയാതെ ഒരാളെങ്കിലും അകത്തും പുറത്തും ഇരുന്ന് തിരുവെഴുത്ത് കേൾക്കുന്നെങ്കിൽ സുവിശേഷത്തിൻ്റെ സാരാംശം ഞങ്ങളിങ്ങനെ ഉറപ്പിച്ച് സ്ഥാപിക്കട്ടെ. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ഇതിന് മറുപടി പറഞ്ഞ ശേഷം ശിഷ്യന്മാർ കാര്യമായിട്ടൊന്നും യേശുവിനോട് മിണ്ടുന്നില്ല. കാരണം അവർക്കൊരു സങ്കടം. വല്യപ്പന്മാർ പണിത പള്ളി അത് പൊളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമാണ്. അതവിടെ ഇരിക്കട്ടെന്നേ. ചില സാധനം അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പോകുന്നവൻ പതുക്കെ അതിനകത്ത് നിന്ന് കയറും. അതാ രസം. അതൊക്കെ നമ്മൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കില്ലേ. ഹല്ലേലൂയ, സ്തോത്രം. ഞാനടുത്ത കാലത്തൊരു സഹോദരനോട് പറഞ്ഞു, 10-20 കൊല്ലം നമ്മളിവിടെ നിന്നിട്ട് ആൾ തിരിച്ചുപോയി. സ്ഥായീഭാവമുള്ള ഉള്ളടക്കമില്ലാത്തവന് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഷാരോൺ ഫെലോഷിപ്പ് കണ്ടോ, IPC കണ്ടോ, ചർച്ചക്കോട് കണ്ടോ ഒന്നും വന്നവൻ ഇവിടെ നിൽക്കാൻ പറ്റില്ല. യേശുവിനെ കണ്ടുവരണം. ഹല്ലേലൂയ. യേശുവിനെ കണ്ടു വന്നവൻ എന്തോ വന്നാലും പോവില്ല. റിബേക്ക സഞ്ചരിച്ച ഒട്ടകത്തിൻ്റെ പുറത്തായിരുന്നു. ആ ഒട്ടകത്തെ ഒരിക്കലും റിബേക്ക ശ്രദ്ധിച്ചില്ല എങ്ങനെ ഉണ്ടെന്നോ. ഇതെല്ലാം ഒട്ടകമല്ലേ ഷാരോനും IPCയും ചർച്ചക്കോടും ഒക്കെ. മനസ്സിലായില്ലേ? ഒട്ടകം എങ്ങനെ ഇരിക്കട്ടെന്ന്. അത് വെള്ളം കുടിക്കുമോ, അങ്ങോട്ട് തിരിയോ ഇങ്ങോട്ട് തിരിയോ, എനിക്കിത് വിഷയമല്ല. ഞാൻ പോകുന്ന എവിടേക്കാ? എന്നെ കാത്തൊരു ഇസഹാക്കിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കാത്തൊരു യേശുവിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിനെ കണ്ടവന് പോകാൻ സാധിക്കില്ല. പറഞ്ഞു വിട്ടാലും പോയില്ലെന്നേ. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഒരു സഹോദരൻ വന്നിട്ടുണ്ട്. ഇത് ഒരു ഫുട്ബോൾ റഫറിയാണ്. ജോലി അതാണ്, അംഗീകൃത റഫറിയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ എൻ്റെ ഒരു സ്നേഹിതനാണ്. ഷാരോണിലെ ഒരു പാസ്റ്ററുടെ മോനൊക്കെയാണ്. ഞങ്ങൾ കൂട്ടുകാരാണ്. അടുത്തടുത്ത സഹോദരി ബന്ധത്തിൽ ഞങ്ങൾ കഴിയുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെയുള്ള കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ ഏറെ ചർച്ച ചെയ്യും. യേശുവിനെ വിട്ടുപിരിയാൻ കഴിയാത്ത ഒരു മനസ്ഥിതിയുടെ ആഴം, അത് വളരെ വളരെ ആഴമേറിയതാണ്. ചിലരൊക്കെ അങ്ങ് പോകും. പോകുന്നതിൻ്റെ കാരണം കൂടി കേട്ടോ. സമാഗമന കൂടാരത്തിലെ ഒരു ഉപകരണമുണ്ട്. പുതിയ കുഞ്ഞുങ്ങൾക്കൊന്നും സമാഗമന കൂടാരം എന്ന് പറഞ്ഞാൽ അറിയില്ല. അതാ വിഷയം. MDH കഴിയും, പക്ഷേ കൂടാരം എന്ന് പറഞ്ഞാൽ എന്നാന്നറിയില്ല. എന്താണെന്നൊരു പിടിയില്ല. 48 പലകകൾ, അവ 1.5 മുഴം വീതി, പൊന്നു പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുന്നു. നിവരെ നിൽക്കാൻ 5 നിര അന്താഴങ്ങൾ ചെലുത്തിയിരിക്കുന്നു. അവ മീതയുള്ള തകശുതോൽ കൊണ്ട് വലിച്ചു കെട്ടി താഴെ വെള്ളിച്ചിമിഴികളിൽ ഘടിപ്പിച്ച തൂണുകളിൽ കെട്ടി ബന്ധിച്ചിരിക്കുന്നു. കാറ്റടിച്ചാലൊന്നും പോയില്ല. അതിനകത്തൊരു ഉപകരണമുണ്ട്, തങ്കനിലവിളക്ക്. 2 ഉപകരണങ്ങളുടെ കാര്യം പഠിക്കേണ്ടതാണ്. തങ്കനിലവിളക്കും വെള്ളി കൊണ്ടുള്ള ചില നിർമ്മാണങ്ങളുമുണ്ട്. ഭൂരിപക്ഷം വെള്ളി കൊണ്ടാണ്. ഈ വെള്ളി എങ്ങനെ ഉണ്ടായെന്ന് അറിയണ്ട. ഇത്രയും വെള്ളി അകത്ത് വരാൻ കാരണം ഓരോ ഇസ്രായേല്യനും വീണ്ടെടുപ്പ് വിലയായി 1/2 ശേക്കൽ വെള്ളി വീതം ആലയത്തിൽ കൊടുക്കണം. 1/2 ശേക്കൽ. അടുത്ത രസകരം, അങ്ങനെ വെള്ളി വീണ്ടെടുപ്പിൻ വിലയായി കൊടുക്കുമ്പോൾ ധനവാൻ കൂടുതൽ കൊടുക്കരുതെന്ന്. മനസ്സിലായോ? സ്പോൺസർഷിപ്പ് തൽക്കാലം വേണ്ടെന്ന് പറഞ്ഞേക്കണം. ഒരാൾ 8-10 പേരുടെ ഞാൻ അങ്ങ് തന്നേക്കാം, ഇന്നാ പിടിച്ചു. അത് വേണ്ട, 1/2 ശേക്കൽ മതി. അവിടെ നിൽക്ക്. ഒരാൾ വന്നിട്ട്
ദരിദ്രനെക്കുറിച്ച് പറയുകയാണ്, അവൻ കുറയ്ക്കരുതെന്ന്. കണ്ടോ, ഞാൻ BP അല്ല, അതുകൊണ്ട് ഈ ആഴ്ചയിലും സൗജന്യ റേഷനാണ് മേടിച്ചത്. അതുകൊണ്ട് വലിയ പ്രയാസമാണ്. ഞാനതുകൊണ്ട് അരശേക്കൽ തരാൻ തികച്ചില്ല. ഇല്ലെങ്കിൽ അവിടെ നിന്നോ. ദരിദ്രം കുറയ്ക്കുകയും ചെയ്യരുത്, ധനവാൻ കൂട്ടരുത്. കാരണം വീണ്ടെടുപ്പിൻ്റെ വില അങ്ങ് കോട്ടയത്തിൻ്റെ അപ്പുറത്തുനിന്ന് വന്ന എനിക്കും കുന്നംകുളത്ത് വിടുന്നു വന്ന നിങ്ങൾക്കും ധന്യനായ പൗലോസിനും സ്തെഫാനോസിനും ഒന്നായിരിക്കണമെന്ന് തമ്പുരാൻ കണ്ടു. ഹല്ലേലൂയ. അംബാനി രക്ഷിക്കപ്പെട്ടു വന്നാലും അരശേക്കൽ മതി നന്ന്, കൂടുതൽ വേണ്ടെന്നേ. ഇല്ലായ്മക്കാണ്ട് വന്ന് ഇതിനകത്തെങ്കിലും ഈ അരക്കത്തരം കാണിക്കരുത്, വെച്ച് തിരുമല്ല. അരശേക്കലിട്ട് ഇത്രയും വെള്ളി തീക്കുള്ളിലേക്ക് ഇടണം. അത് കത്തി 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 ഉരുകി ഒന്നാകണം. ഒന്നായി കഴിഞ്ഞിട്ട് ഒരുത്തം പറയാം ഞാൻ ഇട്ടെങ്കിൽ തരാൻ പറഞ്ഞാൽ കിട്ടുമോ? കിട്ടില്ല. അത് അടിച്ചു പുരത്തി കാഹളങ്ങളുണ്ടാക്കണം. ആ കാഹളം കൊണ്ട് ഊതുമ്പോഴാ സമാഗമന കൂടാരത്തിൻ്റെ മുമ്പിൽ വരേണ്ടത്. ആ കാഹളം കൊണ്ട് ഊതുമ്പോഴാ സമാഗമന കൂടാരം പറിച്ചെടുത്ത് പാളയം യാത്ര പുറപ്പെടേണ്ടത്. വീണ്ടെടുപ്പിൻ്റെ വിലയായ വെള്ളി കൊണ്ട് കാഹളമുണ്ടാക്കി ഉലകത്തെ ഊതി ഒരുമിച്ച് കൂട്ടാനും യാത്ര പുറപ്പെടാനും ഉതകുമ്പോൾ ഇന്ന് നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വില ക്രിസ്തുയേശുവിൻ്റെ നിഷ്കളങ്ക രക്തമാണ്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അപ്പോൾ യേശു ഇവരോട് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഇവിടുന്ന് ഈ മലമുകളിൽ ചെല്ലാൻ ഒരു 20 മിനിറ്റ് എടുക്കും. ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരം, 1 മൈലാണെന്ന് നടക്കാൻ പറ്റുന്ന അനുവാദം. ഒരു ശബത്ത് ദിവസം, ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരം നടക്കണം, മുകളിൽ ചെല്ലണം. അതുവരെ ഇവർ മിണ്ടുന്നില്ല. എൻ്റെ ഒരു അനുമാനം മിണ്ടുന്നില്ലെന്ന്. കാരണം അതിൻ്റെ മുകളിൽ ചെന്നിട്ട് ഇവരുടെ സംഭാഷണം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? അത് എപ്പോൾ സംഭവിക്കും? ഏത് നമ്മൾ താഴെ വെച്ച് പറഞ്ഞ കാര്യം, അത് എപ്പോൾ സംഭവിക്കും? അങ്ങയുടെ വരവിനും യുഗാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. ലോകാവസാനം എന്നല്ല, പിന്നെ എങ്ങനെ? പരിഭാഷ ചിലതിൽ ലോകാവസാനം എന്നുണ്ട്, അതല്ല ശരി. യുഗാവസാനം, അയോണാസിൻ്റെ അവസാനം, യുഗത്തിൻ്റെ അവസാനം എപ്പോഴൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണം. മറുപടിയായി സുശക്തമായൊരു പ്രസംഗമല്ല ഇങ്ങോട്ട് വരുന്നത്. ഈ പ്രസംഗത്തെ വിളിക്കുന്ന ഒലിവറ്റ് ഡിസ്കോസ്, യേശുവിൻ്റെ ഒലിവുമല പ്രഭാഷണം. ശക്തമായ പ്രസംഗം. അതിൽ യേശു ആദ്യം പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കരുത്. മനസ്സിലായോ? ആരും നിങ്ങളെ തെറ്റിക്കരുത്. കള്ളപ്രവാചകന്മാർ പലരും എഴുന്നേൽക്കും. ഒത്തിരി ഉപദേശങ്ങൾ പറഞ്ഞു. എനിക്ക് ഈ ഭാഗം പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ലോകത്ത് ദൈവം കണ്ട, ദൈവം അംഗീകരിച്ച സഭ ഏതാന്ന് പറയാമോ? നിങ്ങളൊന്ന് പറഞ്ഞു. കണ്ടോ, ചെല്ലും മിണ്ടായിരിക്കുക. ഞാനൊരു ഡിബേറ്റിന് ചെന്നപ്പോൾ ഒരാൾ ചോദിച്ചാണ്, ഈ പെന്തക്കോസ്ത് സഭയാണോ ദൈവത്താലുള്ളത്? ഞാൻ പറഞ്ഞു തെളിവ് തരാമല്ലോ. എന്താ തെളിവ്? കർത്താവ് പറഞ്ഞു, കള്ളപ്രവാചകന്മാർ പലരും എഴുന്നേക്കും, സൂക്ഷിക്കണം. ഇത് ബ്രദറിന് സഭയിൽ നിന്ന് എണ്ണീക്കുകയില്ല. അവർക്കത് വിശ്വാസമില്ല. അങ്ങനെ കള്ളവും ഇല്ല, നല്ലതും ഇല്ല. അതുകൊണ്ട് ക്ലോസ്. ലോകത്തിൽ ഒരു സഭയിൽ നിന്ന് എഴുന്നേൽക്കില്ല. പിന്നെ എവിടുന്ന് എഴുന്നേക്കൂ? എവിടുന്ന്? അപ്പോഴാണ് ഇത് ദൈവം സ്ഥാപിച്ചതിൻ്റെ അർത്ഥമാണ്. വിപരീത ഉപദേശം പറയുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കും, പുറത്തുനിന്ന് വരുമെന്നല്ല. അവർ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ ആകർഷിക്കും. ഇതെല്ലാം ഇവിടെയാണ് സംഭവിക്കുന്നത്. ഒരു കാര്യം കൂടി നമുക്ക് കേൾക്കാമല്ലോ. വിവാഹം വിലക്കുന്ന ആളുകൾ, സ്വന്തം മനസാക്ഷിയിൽ ചൂട് വെച്ച് വിവാഹം വിലക്കുന്ന ആളുകൾ 2 ഗ്രൂപ്പേ ഉള്ളൂ. നിങ്ങൾക്കറിയാം 2 കൂട്ടരെ. ഞാൻ അവരിൽ ഒരാളെ ഇരുത്തിയിട്ട് ചോദിച്ചു, ഇതേ പറഞ്ഞത് യേശുവാണെങ്കിൽ ഇതാരെക്കുറിച്ചാണ്? പറഞ്ഞത് യേശുവാണെങ്കിൽ കള്ളം പറയില്ലല്ലോ. പൗലോസല്ലേ ദൈവവചനമല്ലേ? ദൈവവചനം പൗലോസാ പറഞ്ഞത്, ആത്മാവിലാ പറഞ്ഞതെങ്കിൽ വിവാഹം വിലക്കുന്ന ദുരുപദേശം ലോകത്ത് വരും. അത് എവിടെ നിന്നാണ് വന്നേ? എമംഗ് യു, നിങ്ങളുടെ ഇടയിൽ നിന്ന്. മനസ്സിലായില്ലേ? കണ്ടറിഞ്ഞോണം. ഈ വാക്യം വായിക്കുന്നേ ചിലർക്ക് ഇഷ്ടമല്ല. ഞാൻ അടുത്തത്, ഈ പറയപ്പെട്ട എല്ലാ സംഭവം ഇവിടുന്ന് ഉണ്ടാകുന്നു. ഇവിടുന്ന് ഉണ്ടാകുമ്പോൾ ഈ പ്രസ്ഥാനം മൊത്തമല്ല ദൈവസഭ, തെറ്റിദ്ധരിക്കല്ലേ.
രജിസ്റ്ററിൽ പേരുള്ളവൻ, കൗൺസിലിൽ പോയി സംസാരിക്കുന്നവൻ, ഇത്തവണയും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചവൻ, ഇവനെ ഒന്നുമല്ല ദൈവം വിളിക്കുന്നത്. ദൈവത്തിൻ്റെ സഭ പിന്നെ ആരാന്നറിയണ്ടേ? കണ്ടാലും ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആർക്കെങ്കിലും വെളിവ് തോന്നിയിട്ട് ഈ കതവ് തുറക്കുമ്പോൾ ഞാൻ അകത്ത് കയറും. അപ്പോഴീ അലമ്പല്ല ഇവിടെ നടക്കും. ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴങ്ങൾ. അതിങ്ങനെ പോളിഷ് ചെയ്ത് മിനുക്കി അടുക്കി റെഡിയാക്കി കൃത്യതയോടെ പണി കഴിപ്പിച്ചതാണ്. അതിൻ്റെ ആ സൂര്യകിരണങ്ങൾ കൂടി വന്നടിക്കുമ്പോൾ അനന്ത ധവളിമയിൽ അതിങ്ങനെ പ്രശോഭിക്കുന്ന മനോഹര കാഴ്ച. ശിഷ്യന്മാർക്കൊരു സംശയം, ഗുരോ ഇത് തന്നെയാണോ ഈ പൊളിയുമെന്ന് നീ പറഞ്ഞ സ്ഥാപനം? ഇത് പൊളിക്കാനൊരു മനസ്സ് വരുന്നില്ല, അത്ര ഭംഗിയാണ്. യേശു പറഞ്ഞു പൊളിയും. പറഞ്ഞത് യേശുവാണെങ്കിൽ പൊളിയും. പൊളിവെന്ന് ചുമ്മാ പറയല്ല, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് തകരുന്ന ഒരു കാലം വരും. മനസ്സിലായോ? അത് സംഭവിക്കും. യേശു പറഞ്ഞു. ഇത് പറഞ്ഞതിൻ്റെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ കർത്താവ് അറസ്റ്റ് വരിച്ചു. പറഞ്ഞതിൻ്റെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവൻ വിചാരണ നേരിട്ടു. മരകമാഞ്ഞ മരത്തടിയും തോളിലെന്തിക്കൊണ്ട് ഗോൽഗോഥായിൽ പോയി തൻ്റെ പ്രാണനെ മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 40 ദിനങ്ങൾ പ്രത്യക്ഷനായി ഇതേ ഒലിവുമലയുടെ താഴ്വരയിലെ ബേഥാന്യയിൽ വെച്ച് അവൻ സ്വർഗാരോഹണം ചെയ്യപ്പെട്ടു. ഇന്ന് വരെ മടങ്ങി വന്നിട്ടില്ല. വന്നിട്ടുണ്ടോ? ഇല്ല. വന്നെന്ന് പറയുന്നവരുണ്ട്. യേശു മടങ്ങി വന്നു. ഇന്ന് വരെ യേശു വന്നിട്ടില്ല. പക്ഷേ ഈ പോയതിൻ്റെ 10-ാം ദിവസം മറ്റൊരാൾ വന്നു ഇവിടേക്ക്. 40-ാം ദിവസമാണ് യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നത്. അവിടുന്ന് ഒരു 10-ാം ദിവസം ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിൻ്റെ 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഞാൻ പോകാഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനമില്ല. ഞാൻ പോയി കഴിയുമ്പോൾ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥൻ വരും. ആ കാര്യസ്ഥന് ഇപ്പോൾ കാര്യങ്ങൾ നോക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഇല്ലെന്നൊരു ഭാരം നമുക്കില്ലാതെ കാര്യങ്ങൾ നല്ല ഭംഗിയോടെ നടക്കാൻ നല്ല പ്രാപ്തിയുള്ള ഒരു മാസ്റ്റർ ടീച്ചറാണ് നമ്മുടെ കൂടെയുള്ളത്, കാര്യസ്ഥനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്ക് സ്വാതന്ത്ര്യവും അംഗീകാരവും ധാരാളമായിട്ട് അതിനുവേണ്ടിയുള്ള ഉദാരതയും നമ്മൾ നൽകുന്നത് കൊണ്ടാണ് നമ്മുടെ സഭകൾ വളരുന്നത്. സ്തോത്രം. ഒരു സഭ വളരാൻ കാര്യസ്ഥനെ അനുവദിക്ക്. കാര്യസ്ഥന്റെ പദ്ധതി പോലെ ഏൽപ്പിച്ചു കൊടുക്കുക. ശാന്തിയിലേക്ക് ജനം നടന്നെടുക്കും. ഇതുവരെ കാണാത്ത ദൈവപ്രവർത്തിക്ക് പാത്രീഭൂതരാകാൻ അവ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയെ ഒരുക്കുന്നൊരു മഹാദൈവമാണ്. അതുകൊണ്ട് ഇപ്പോൾ കാര്യസ്ഥൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ടാണ് നമ്മളോട് ചോദിക്കുക, യേശു യെരൂശലേമിൽ ജീവിച്ചിരുന്ന ആ കാലത്ത് അവിടെ ഒരു പത്രോസായിട്ടോ പൗലോസായിട്ടോ അന്ത്രയോസായിട്ടൊക്കെയോ ജനിക്കാൻ നമുക്കൊരു ഓപ്ഷൻ വെച്ചോ. അതാണോ നല്ലത്, ഇതാണോ നല്ലതെന്ന് ചോദിച്ചാൽ പറയണം ഇത് തന്നെയാണ് നല്ലത്. സംശയ ഇതാണ് നല്ലത്. എന്താ കാര്യം? ആ കാര്യം എന്ന് പറയുമ്പോഴേ നിങ്ങൾക്കതിൽ ആനന്ദം വരുള്ളൂ. ശ്രദ്ധിച്ചാട്ടെ. ബ്രദറെ, പത്രോസ് ആകുന്നതിലും നല്ലത് അണിൽക്കൊടുത്തോട്ടോ ആകുന്നതാണ്, റോയ് പാസ്റ്റർ ആകുന്നതാണ്. നമുക്ക് സന്തോഷമില്ല അത് കേട്ടിട്ട്. വലിയ അത്ഭുതം ചെയ്ത പത്രോസിനേക്കാൾ യോഹന്നാനേക്കാളൊക്കെ നല്ലത് നമ്മളാകുന്ന തമ്പുരാൻ്റെ ഇഷ്ടം. അതെന്താ കാര്യം? പറയാം. ഈ പത്രോസിനേക്കാൾ അന്ത്രയോസിനേക്കാൾ യോഹന്നാനേക്കാൾ തമ്പുരാൻ അംഗീകരിച്ചത് നമ്മളെയാണ്. നിങ്ങൾക്ക് മനസ്സ് വരുന്നില്ല കേട്ടിട്ട്. പറയാം. കടലിൻ മീതെ യേശു നടക്കുമ്പോൾ കൈയടിച്ച് ചാടിത്തുള്ളി ബഹളം വെച്ചവൻ്റെ പേരാ പത്രോസ്. 5 അപ്പം കൊടുക്കുമ്പോൾ ആളുകളെ 50 പേരായിട്ട് അങ്ങോട്ട് ഇരുത്തി ഭക്ഷണം കൊണ്ട് കൃത്യം കൊടുത്ത് സന്തോഷഭരിതനായി മിച്ചം വന്ന 12-ൽ ഒരു കൊട്ട വീട്ടിൽ കൊണ്ടുപോയതിൻ്റെ പേരാ പത്രോസ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മാവിയമ്മ പനി പിടിച്ച് വൈറൽ ഫീവറായിട്ട് കിടക്കുന്ന സമയത്ത് യേശു എന്ന് സൗഖ്യമാക്കി. അങ്ങനെ യേശുവിൻ്റെ കൂടെ കൂടിയത് കൊണ്ട് ഒരു ദോഷവും ഉണ്ടായില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ആരറിയാൻ, ആരംഗീകരിക്കാൻ? ബേസയിത കടൽക്കരയിൽ ജീവിതം അവിടം കൊണ്ട് അവസാനിക്കേണ്ട നിനക്ക് പേരും നിലയും വിലയും തന്നവൻ യേശുവാ. ഹല്ലേലൂയ. യോഹന്നാനും ഇത് തന്നെ. ഇതൊക്കെയാ സ്ഥിതി. വലയും പടകുമൊക്കെ നന്നാക്കി മീൻ പിടിച്ച് ഉപജീവനം കഴിച്ച യോഹന്നാൻ ഓർത്തു, എൻ്റെ ജീവിതം ഇതാ.
സ്വർണ്ണ മത്സ്യങ്ങളെ കണ്ടു, വ്യത്യസ്ത മത്സ്യങ്ങളെ കണ്ടു. ഇതുവരെ കാണാത്ത ഭംഗിയുള്ള നിരവധി കാഴ്ചകൾ ഈ ഗലീലിയക്കടലിൽ ഇങ്ങനെ കണ്ടു നടന്നവനെ കണ്ടൊരു ദിവസം കർത്താവ് പറഞ്ഞു, വാ ഇതൊക്കെ കണ്ടു മടുത്തില്ലേ, മേലാൽ സംഭവിക്കാനുള്ള കാണിച്ചു തരാൻ വരാൻ. കണ്ണ് തുറന്ന് മുകളിലേക്ക് നോക്കിയിട്ട് പറയുക, പത്മരാഗം പോലൊരു കാഴ്ച, സൂര്യകാന്തത്തിന് തുല്യമായി ഒരുവനെ ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. ഈ കാഴ്ച കാണാൻ യേശു നിൻ്റെ കൂടെ കൂടിയതാ നിൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം. ഹല്ലേലൂയ. അപ്പം അവരൊക്കെ കൂടിയത് കൊണ്ട് വലിയ നേട്ടങ്ങളുണ്ടായി. എന്നാൽ 5 അപ്പം കൊണ്ട് 5000 കൊടുക്കുമ്പോൾ കൈനീട്ടി നിന്ന് ഒരു പിടി വറ്റി വാങ്ങിക്കഴിച്ചവനാ യോഹന്നാൻ തൃപ്തിയായി. പത്രോസ്, അന്ത്രയോസ് ഇവരെല്ലാം കൂടെ കൂടിയത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് കാര്യത്തോടെടുത്തപ്പോൾ ക്യാപ്റ്റൻ പറയുക, ഞാൻ ഇവനെ അറിയുന്നേയില്ല. ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറയുകയാണേ, എൻ്റെ കുഞ്ഞെ നിനക്ക് കണ്ട് തെറ്റിപ്പോയ ആൾ മാറിപ്പോയതാ, ഒരാളെപ്പോലെ 9 പേരുണ്ടെന്നല്ലേ പറയുന്നേ, വേറെ ആരണ്ട കണ്ടേ, ഞാൻ അറിയുന്നേയില്ല. പുറത്തിറങ്ങിയിട്ടങ്ങ് പിരാഗിയെന്ന് ഏത് നിമിഷമാണ് ഞാൻ ഈ വേലക്കകത്ത് വന്നിറങ്ങിയെന്ന് ഓർത്തങ്ങ് പിരാഗി മുഴിഞ്ഞു. പക്ഷേ ഞാൻ ഈ 5 അപ്പത്തിൻ്റെ ഓഹരി പറ്റാൻ അവിടെ പോയിട്ടില്ലാത്തൊരാളാണ്. കടലിൻ മീതെ യേശു നടക്കുന്ന കണ്ടിട്ടില്ലാത്തൊരാളാണ്. ഹല്ലേലൂയ. അമ്മാവിയമ്മയെ സുഖപ്പെടുത്തുമ്പോൾ അവിടെ ഞാൻ ഉണ്ടായില്ല. ബെഥാന്യയിൽ കുഷ്ഠരോഗിയായ ബെഥാന്യയിൽ ദൈവപുരുഷനായ ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുമ്പോഴും ഞാനവിടെ ഇല്ല. ഇതൊന്നും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ അവസരം കിട്ടാത്തവൻ, യെരൂശലേമിൽ ജനിക്കാത്തവൻ, ബെഥാന്യ കണ്ടിട്ടില്ലാത്തവൻ കാര്യത്തോടെടുക്കുമ്പോഴൊക്കെ തള്ളിപ്പറയാൻ അവസരം കിട്ടുമ്പോൾ പറയുക, നിനക്ക് തുല്യമായി ഞങ്ങൾ മറ്റൊന്നിനെയും കാണുന്നില്ല. ഇതിൻ്റെ പേരാ വിശ്വാസം. ഹല്ലേലൂയ. നമ്മെ നോക്കി യേശു പറയാ, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. മനസ്സിൽ ഒരു യാതൊരു സംശയമില്ലാതെ ഇനി എത്രയോ അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ നീയാ എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന നമ്മളാണ് ഭാഗ്യവാന്മാർ. വിശ്വസിച്ചട്ടെ. ഹല്ലേലൂയ. അപ്പോൾ യേശു ഇത് പറഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ അറസ്റ്റ് വരിച്ചു. അതങ്ങ് പോകട്ടെ. ഇവിടേക്ക് ഇന്ന് വരെ യേശു തിരിച്ചു വന്നിട്ടേ ഇല്ല. ആ സ്ഥലത്ത് ഇതുവരെ അവിടേക്ക് യേശു ചെന്നിട്ടില്ല. അതാ സത്യം. വേണ്ട, ഈ ദേവാലയം അനുബന്ധ കാര്യങ്ങളും നമുക്കൊന്ന് ഗ്രഹിച്ചു പോകണം. ഉറങ്ങില്ല. സൗകര്യമാർ ഉറക്കമാണോ? പ്രവചന വിഷയങ്ങളായതുകൊണ്ട് അവർക്ക് ഈ പ്രവചനമല്ല, മറ്റേ പ്രവചനമാണ്. ഇപ്പോൾ സംഗതി കളി മാറി തന്നെ. എനിക്കതും അറിയാം. ഞാൻ അങ്ങോട്ട് പറയണം, മകളെ ഇന്ന് രാത്രി നിൻ്റെ വിചാരമല്ല എൻ്റെ വിചാരം, എൻ്റെ വിചാരമല്ല മറ്റൊരാളുടെ വിചാരം. ഉണ്ടോ? ഉണർവായി കഴിഞ്ഞു, സന്തോഷമായി കഴിഞ്ഞല്ലേ? അതിടയ്ക്ക് പറയാം, ശ്രദ്ധിച്ചിരുന്നു. നിന്നോട് സംസാരിക്കുന്നവൻ ഞാനെന്നറിഞ്ഞുല്ലോ മകളെ. ഇല്ല, തെറ്റുണ്ടോ ഇതിനകത്ത്? ഒരല്പം കൂടെയൊക്കെ വരാനുണ്ടല്ലേ? അത് വരും. ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടിരുന്നു. സ്തോത്രം. അപ്പോൾ തിരുവഴുത്തിലേക്ക് തന്നെ എടുക്കാം. ഇവിടെ കാണുന്നു, നമ്മുടെ കർത്താവ് അവിടുന്ന് പോയി പിതാവിൻ്റെ മഹിമയുടെ വലത്തുഭാഗത്ത് മധ്യസ്ഥ അണയ്ക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. എന്നാൽ ഈ സ്ഥലത്തേക്ക് ഒരു ദിവസം മറ്റൊരു അതിഥി വന്നു. ഈ ഒലിവുമലയുടെ മുകളിൽ മറ്റാരുമല്ല, ചരിത്രപ്രസിദ്ധനായ ടൈറ്റസ് കൈസർ, രാജ്യം ഭരിക്കുന്ന റോമാ ചക്രവർത്തിയുടെ സേനാനായകൻ. പിന്നീട് അയാളും ചക്രവർത്തിയായി. അതാ കൈസർ എന്നൊരു സ്ഥാനപ്പേര്. അയാൾ രാജാവായി. അന്ന് അയാൾ സേനാനായകനാണ്. സേനാനായകൻ്റെ ലക്ഷ്യം വേറൊന്നുമല്ല, യെരുസലേമിൽ വിലമതിക്കാനാവാത്ത സ്വർണ്ണ സമ്പത്തുണ്ട്, വിലപിടിപ്പുള്ള നാണയങ്ങളുണ്ട്, അപൂർവം സ്വത്തുക്കളുണ്ട്, നിലവറകളിൽ പലതും വിലമതിക്കാനാവാത്ത തങ്കനിർമ്മിതമായ വസ്തുക്കൾ കൊണ്ട് ഉള്ള ശേഖരമുണ്ട്. ഇവയുടെ ആധിപത്യം, ഉടമസ്ഥത കൈയടക്കണം. ഇനി വന്ന അതൊക്കെ ആരാധിക്കുന്നവർക്കൊന്നും എതിരല്ല. നിങ്ങൾ ആരാധിക്കുവോ, പാടുവോ, ചാടുവോ ഒക്കെ ചെയ്തു, പക്ഷെ കാണിക്കുകയൊക്കെ കൊണ്ടുപോകും രാജാവ്. ഇതിനു വേണ്ടി വന്ന അതിന് എത്ര പേര് ആരാധിക്കാൻ വന്നാലും കുഴപ്പമില്ല, ഇതെടുത്തുകൊണ്ട് പോകും. അതാ ലക്ഷ്യം. ചക്രവർത്തിയുടെ സേനാനായകൻ നോക്കുമ്പോൾ അതിനകത്തോട്ട് പോക്ക് നടക്കുകയില്ല. ശക്തിമത്തായ കോട്ട,
അത്രയടാ യെരൂശലേമിലെ യഹൂദന്മാരിങ്ങനെ തങ്ങളുടെ ഒരു വികാരമാണ് ഈ സ്ഥലം, അതിങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുക. അപ്പോൾ സേനാനായകനോട് പറഞ്ഞു, സാർ അവർ ഭയങ്കര ചെറുത്തു നിൽപ്പാണ്, അകത്ത് കിടന്നാൽ നമുക്ക് എളുപ്പമല്ല കാര്യങ്ങൾ. അകത്ത് കയറി അവൻ്റെ കയ്യിൽ പിടിക്കപ്പെട്ടു പോയാൽ സ്ഥിതി മാറി, രഹസ്യ തുരങ്കങ്ങളുണ്ട് അവർക്ക് രക്ഷപ്പെടാൻ. രാജാവ് പറഞ്ഞു, തുരങ്കമൊക്കെ ഇവിടെ നിൽക്കട്ടെ, ആദ്യം ഈ 8 വാതിലുകളും പിക്കറ്റ് ചെയ്തേക്കാൻ പറഞ്ഞു, അവിടെ മുഴുവൻ പടയാളികളെ ആക്കുക. ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ഇവർ പുറത്ത് ചാടാൻ ശ്രമിക്കുന്ന തക്കം നോക്കി വെട്ടുക. നല്ല ഐഡിയ. അങ്ങനെ കിടക്കെട്ടുന്ന വേളയിൽ തുറക്കുന്ന വാതിലിലൂടെ അകത്ത് കിടക്കുക. ഒരു കാര്യം, ആലയം പൊളിക്കരുത്, അതവിടെ വെച്ചേക്ക്. എന്തിനാ? 2-3 കാര്യങ്ങൾ. ഇതിനകത്തെ സ്വർണ്ണ നിക്ഷേപങ്ങൾ അപഹരിക്കണം. ഇതിനകത്ത് റോമാക്കാരുടെ ദേവനായ ജൂപ്പിറ്റർ, ഇടിമുഴക്കത്തിൻ്റെ ദേവനാണ്, ആ ദേവന് വേണ്ടി ഒരു കൗണ്ടർ ഉണ്ടാക്കണം. അപ്പുറത്ത് മാറി അപ്പോളോ, സൗന്ദര്യത്തിൻ്റെ ദേവത, അപ്പോളോയ്ക്കും ഒരു സ്ഥലമുണ്ടാക്കണം. ഇവരെല്ലാം ആരാധിക്കുന്ന ഒരു സർവമത പ്രാർത്ഥനാലയം എങ്കിലേ കാണിക്ക വഴിയുള്ളൂ. എല്ലാവരും വരട്ടെ, സജ്ജീകരിക്കണം. എവൻ്റെ ഉള്ളിലിരിപ്പ് തമ്പുരാന് മുൻകൂട്ടി അറിയുക. അതിനാ പറഞ്ഞ, അതിനൊന്നൊരു അവസരം ഞാൻ തരികയില്ല, പൊളിച്ചിടുമെന്ന്. പണ്ട് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങിയ ഈ ഇടത്ത് നിനക്കങ്ങനെ പ്രവർത്തിക്കാമെന്ന തോന്നൽ വേണ്ട, അടിച്ച് നിലംബരിയാക്കിയിട്ടേ തൻ്റെ പ്രവൃത്തി അവസാനിപ്പിക്കൂ. സംഭവിച്ചത്, പടയാളികൾ ഇരമ്പിക്കയറി, ചെറുത്തുനിൽപ്പുകൾ അപ്രസക്തമായി. വേണ്ടത്ര മുന്നേറ്റമുണ്ടാക്കാൻ അകത്തു നിന്നവർക്ക് സാധിച്ചില്ല. കീഴടങ്ങലല്ല, ചെറുത്തു നിന്നെങ്കിലും വെട്ടിപ്പരിക്കേൽപ്പിച്ച് വാളിൻ്റെ വായ്ത്തലയ്ക്ക് കൊന്നുകളഞ്ഞ് ചോരപ്പുഴ ഒഴുക്കിക്കൊണ്ട് അതിലൂടെ കുതിരക്കുളമ്പടി അതുവഴി അകത്ത് കടന്ന പടയാളികൾ ആലയം മുഴുവൻ അധീനതയിൽപ്പെടുത്തി. ആണ്ടിലൊരിക്കൽ അഹരോൻ കിടക്കുന്ന അന്തർമന്ദിരത്തിനകത്തും കിടന്ന് പടയാളികൾ ഇരുമ്പ് പൂഴ്ത്തിട്ട് ചവിട്ടി ചോരക്കറ പുരണ്ട അനുഭവത്തിലായി സകലതും. ചക്രവർത്തിയുടെ സേനാനായകൻ പറഞ്ഞ വാക്കുപോലും മാനിക്കാതെ ആരോ തീയിട്ടു ആലയത്തിന്. ആലയം പുകച്ചുരുളിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. എങ്ങും വമിക്കുന്ന പുകയും തീയും ആർക്കും അകത്ത് നിൽക്കാൻ കഴിയാത്ത വിധം ആളുകൾ നാലുപാടും ചിതറിയോടി. സ്ത്രീകളും കുഞ്ഞുങ്ങളും പുരുഷന്മാരും പടയാളികളും സേനാനായകന്മാരും പല വഴിക്ക് ചിതറിയോടി. എങ്ങും മരണവിളി, ആർത്തനാദം, ആശങ്കകളുടെ ആ കൊടുമുടിയിലേക്ക് ആളുകൾ സാഗൂതം അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്ന ഘട്ടത്തിൽ യെരൂശലേം ഇതാ ഇടിഞ്ഞു തകർന്ന് കൈക്കൊമ്പളിൽ വാരിയെടുത്ത് മാറ്റാവുന്ന ഒരു പിടി ചാരമായി തീർന്നു. ഇതാ ഈ പുസ്തകത്തിൽ സംസാരിച്ചവൻ്റെ കരുത്തെന്ന് ഇന്ന് രാത്രി ദൈവജനം കേൾക്കുന്ന ഏതൊരാളും ഓർത്തുകൊണ്ടിരിക്കണം. ഈ പുസ്തകം ഞങ്ങൾ ഉയർത്തി പ്രസംഗിക്കാൻ കാരണം അതിൽ പ്രവചനം നടത്തിയവരും ദൈവപുരുഷനായ പൗലോസടക്കമുള്ള ദൈവദാസന്മാരും എന്താണ് പിൽക്കാലത്തോട് പറഞ്ഞത്, അത് അക്ഷരം പ്രതി നിറവേറിയ ഒരു കാലത്തിൻ്റെ സായന്തനത്തിലാണ് ഞാനും നിങ്ങളും ഈ രാത്രി തിരുവെടുത്ത് കെട്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാന്യരെ, എന്തു പിണഞ്ഞു ഒടുക്കം. ആളുകൾ നാലുപാടും ചിതറി. അപ്പോഴാരോ പറഞ്ഞത്, പ്രഭോ, ഈ സ്വർണമൊക്കെ എങ്ങോട്ട് പോയി എന്നറിയില്ല, അത് കത്തിക്കിനിഞ്ഞിറങ്ങി ഭൂമിയുടെ അടിത്തട്ടി കിടപ്പുണ്ടാവും. അതുകൊണ്ട് താഴേക്ക് തറക്കകത്ത് കാണും. കുറേയൊക്കെ ശരിയായിരുന്നു. അതുകൊണ്ട് ആനകളെ കൊണ്ടുവന്ന് ഇരുമ്പ് കലപ്പകൾ കെട്ടി ഉഴുതുമറിച്ച് കല്ലുകൾ ഓരോന്ന് പിഴുതിളക്കി ഇളക്കി ഇളക്കി മാറ്റുമ്പോൾ യേശു പറഞ്ഞ പ്രവചനത്തിൻ്റെ 2ാം ഭാഗം നിറവേറി. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകരുന്ന ഒരു കാലം വരും. ഇന്നും ചെതറിക്കിടക്കുക കല്ല്. ഹല്ലേലൂയ. ഈ സ്ഥലം ഇന്ന് അറബികളുടെ കയ്യില്ല, മുസ്ലിങ്ങളുടെ കയ്യിൽ. മെക്കയും മദീനയും കഴിഞ്ഞാൽ അറാബ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അങ്ങനെ കിടക്കുക. 2 പള്ളികൾ അവിടെ. അൽ അക്സ ടെമ്പിൾ, അതിനിപ്പുറത്ത് മാറി ഖലീഫ ഒമറിൻ്റെ കാലത്ത് പണി കഴിപ്പിച്ച മറ്റൊരു പള്ളി. ഇത് 2 ഉണ്ട് അവിടെ. ഡോം ഓഫ് ദ റോക്കും അൽ അക്സ ടെമ്പിളും 2 പള്ളികൾ. ഇതിൻ്റെ തൊട്ടടുത്താണ് ഈ കിഴക്കേ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. നിങ്ങൾക്ക് ആ പശ്ചാത്തലമൊക്കെ മനസ്സിലായല്ലോ. ഈ സ്ഥലത്തിൽ ഇനിയും പൊളിയാതെ ആ പഴയ ഭിത്തിയുടെ ഒരു ഭാഗം നിൽപ്പുണ്ട്. അതിൻ്റെ പേരാ വിലാപമതിൽ. ആ വിലാപമതിലിൻ്റെ അപ്പുറത്താണ് ഈ ആലയം. വിലാപമതിലിൻ്റെ ഇപ്പുറം വരെ യഹൂദന്മാർക്ക് പ്രവേശനമുള്ളൂ.
അപ്പുറത്ത് കടന്ന് അപ്പുറത്തേക്കുള്ള പ്രവേശനം അവർക്ക് അനുവദനീയമല്ല. എങ്കിലും കാണാനൊക്കെ ആയിട്ട് പോകാം. മറിച്ച് ആധിപത്യം ഇപ്പോഴും ആ ഭാഗത്ത്, ആ ഒരു സ്ഥലം മാത്രം മുസ്ലിം കയ്യിൽ. ഇതാണ് തർക്കഭൂമി. നാളെ നടക്കാൻ പോകുന്ന ഒരു വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലിനൊക്കെ വിളഭൂമിയായി ഭവിക്കാൻ പോകുന്ന ഒരു സ്ഥലമാണിത്. അങ്ങനെ അന്ന് തകർന്ന യെരുസലേം ഞാൻ ഈ പ്രസംഗിക്കുന്ന രാത്രി വരെ പുനർനിർമ്മിച്ചിട്ടില്ല. ഇതുവരെ പണിയാൻ പറ്റിയിട്ടില്ല. 2000 ആണ്ട് കഴിഞ്ഞിട്ടും ഈ സ്ഥലം പണിയാൻ പറ്റിയിട്ടില്ല. അതങ്ങനെ കിടക്കാണ്. ഇനി മറുവശത്തേക്ക് വരാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കാഴ്ച നിങ്ങൾ കാണണം. ഇവിടുന്ന് AD 70 യെരുസലേം ദേവാലയം തകർന്നു. തകരപ്പെട്ട ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും ശൂന്യങ്ങളായി കിടക്കുന്നു. ആ സ്ഥലങ്ങൾക്ക് വലിയ ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും വിധേയമാകുന്നു. ആലയം നഷ്ടപ്പെട്ടതോടെ യഹൂദൻ വല്ലാത്ത വൈരാഗ്യഭാവത്തോടെ തരം കിട്ടുമ്പോഴൊക്കെ റോമക്കാരനെ അടിച്ചു, നേരിട്ടു, ആക്രമിച്ചു. ഒടുവിൽ യഹൂദനൊരു ശല്യമായി മാറി. അതവൻ്റെ പ്രശ്നമായിരുന്നില്ല. തങ്ങളെ ആലയം തകർത്തു. തങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ആരംഭിച്ച സംരംഭങ്ങളെ മുഴുവൻ തച്ചുടച്ചു. പ്രതികാര ബുദ്ധിയുള്ള ക്രിമിനൽ മനോഭാവങ്ങൾ അവർക്കിടയിൽ ഉരുത്തിരിഞ്ഞപ്പോൾ ഒരു വിധത്തിൽ 19 കൊല്ലം കഴിഞ്ഞുപോയി. അന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഹദ്രിയൻ ചക്രവർത്തി ഇതു നിമിത്തം ഒരു ഉത്തരവിട്ടു. ഇനിമേൽ 120 മൈൽ വിസ്തൃതി വരുന്ന പാലസ്തീനിയായിൽ, അതിൻ്റെ ഒരു ഭാഗം യെരുസലേം, ഈ പാലസ്തീനിയായിലെങ്ങും ഒരൊറ്റ യഹൂദനെ കാണാൻ പാടില്ല. പോകണം. മനസ്സിലായോ? അങ്ങനെ യഹൂദനില്ലാത്ത ഒരു പാലസ്തീൻ AD 123 യാഥാർത്ഥ്യമായി. യഹൂദനില്ലാത്ത പാലസ്തീൻ, യഹൂദൻ എവിടേക്ക് പോയി? വചനത്തിൻ്റെ നിവൃത്തി പോലെ ഉലകമെമ്പാടും അവർ സഞ്ചരിച്ചു. ലോകത്തിൻ്റെ പലയിടങ്ങളിലേക്ക് ചെതറി നമ്മുടെ കേരളത്തിലും വന്നു. കൊടുങ്ങല്ലൂരും ചാവക്കാടും കൊച്ചിയിലും ജൂത പള്ളികളുണ്ടായി. യേശുവിന് മുമ്പേ യഹൂദന്മാരിവിടെ ഉണ്ട്. പക്ഷെ ഇവർ അങ്ങനെ ചെതറി വന്ന കൂട്ടത്തിലാണ്. ഉലകം മുഴുവൻ ചെതറി. ലോകത്തിത്രയും സ്കാറ്റേഡായൊരു കമ്മ്യൂണിറ്റി ജൂതനാണ് ചെതറിക്കിടക്കുന്നത്. ഈ ജൂതം കഴിഞ്ഞാൽ ലോകം മുഴുവൻ ചെതറിക്കിടക്കുന്ന വേറൊരു കൂട്ടരുണ്ട്. ആരാന്ന് പറയോ? ആരാ? കള്ളച്ചിരി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. സ്വന്തം നാട്ടിൽ ഒരു നിയമം പാലിക്കാതെ, ഡ്രൈവിംഗ് നിയമം പാലിക്കുകയില്ല, ഒരു നിയമവും പാലിക്കുകയില്ല. ചെല്ലുന്ന സ്ഥലത്ത് നമ്മളെപ്പോലെ ഡീസൻ്റ് ആളുകളുണ്ടോ? എല്ലാം കറക്റ്റ്. ഇത്രയും പഞ്ചലായ ആൾക്കാരുണ്ടോ? ലോകം മുഴുവൻ ചെതറിക്കിടക്കുക. പോട്ടെ, അങ്ങനെ ചെതറുന്നതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. ഒന്ന്, ആർജിത സംസ്കാരം. മറ്റു പലതും ഗ്രഹിച്ച് പല അനുഭവങ്ങൾ, പല ഭാഷകൾ, പല രുചികൾ, അവയെല്ലാം ലഭിച്ചാണ് നമ്മൾ പോരുന്നത്. എൻ്റെ മലയാളിയുടെ വളർച്ചയുടെ ഒരു കാരണം കൂടി അത്തരം പ്രവാസ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളാണ്. പോകട്ടെ, അടുത്തിലേക്ക് വരാം. ബഹുമാന്യരെ, ഉലകം മുഴുവൻ ചിതറിയ യഹൂദന് നമ്മിൽ നിന്ന് വിഭിന്നമായ മറ്റൊരു കാര്യം. നമ്മളൊരു സ്ഥലത്ത് പോയാൽ ഒരു 8-10 വർഷം കൊണ്ട് ആദ്യം അവിടുത്തുകാരനെ അവിടെ നിന്ന് ഇറക്കും, പിന്നെ നമ്മളത് പിടിച്ചെടുക്കും. അങ്ങനെ ഒരു ശൈലി. മുംബൈയിലും ഡൽഹിയിലും ഒക്കെ പണ്ട് നമ്മളങ്ങനെ കുടിയേറിയതാണ്. നമുക്ക് അന്നൊരു ജോലി തന്നവൻ ഇന്ന് നമ്മുടെ പണിക്കാരനായിട്ട് മാറി. എന്തോ ടെക്നിക്കാണെന്നൊരു പിടിയില്ല. അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് അവനേക്കാൾ വലിയ ഹിന്ദിക്കാരനായി. മനസ്സിലായോ? ഉരുളക്കിഴങ്ങെന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല, ആലുവെന്നേ ഇപ്പോൾ പറയാറുള്ളൂ. അങ്ങനെയാണ്. മലയാളം നാവിൽ വഴങ്ങില്ല. ഭാഷ മാറി, സംസ്കാരം മാറി, ശൈലിയൊക്കെ മാറി. ചപ്പാത്തി ഒന്നും പറയില്ല, റൊട്ടി എന്നേ പറയൂ. ശൈലി കംപ്ലീറ്റ് മാറി. എനിവേ, ജൂതൻ അങ്ങനല്ല, വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? അവനവൻ്റെ ഭാഷ മറക്കില്ല, അത് സൂക്ഷിക്കും. കഴിവതും അവനവൻ്റെ മകളെ നമുക്ക് വിവാഹം കഴിച്ച് തരികയില്ല. നമ്മുടെ മോളെ അവനും വേണ്ട. ഇനി അങ്ങനെ രണ്ടുപേരും ഇഷ്ടപ്പെട്ടോ, അവിടെ കേസും വഴക്കൊന്നുമില്ല, നിങ്ങൾ പോക്കോ.
യഹൂദൻ്റെ നാട്ടിൽ ഇന്നും ഉള്ളൊരു ഗുണമാണ്. ഇഷ്ടപ്പെട്ട മതം വിശ്വസിക്കുക. അല്ല, യഹൂദനായിരിക്കണമെന്നൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് ആകണോ ആയിക്കോ, അതല്ല നിങ്ങൾക്ക് നിരീശ്വരനാകണോ ആയിക്കോ, ഹിന്ദു ആകണോ, അവിടെ ഒരു പ്രശ്നമില്ല. അതിൻ്റെ പുറകൊന്നും ആരും വരില്ല. മനുഷ്യാവകാശമാണ് എന്താകണം എന്നൊക്കെ ഉള്ളത്. നല്ല സ്വാതന്ത്ര്യം, നല്ല വഴിക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കാം. അടുത്തത്, എന്നിട്ടും അവൻ നമ്മുടെ പെൺകുട്ടിയെ അങ്ങനെ കെട്ടുന്നില്ല. അവൻ്റെ മകളെ നമുക്കും തരുന്നില്ല കല്യാണം കഴിച്ചേ. കാരണം അവർക്കതിൻ്റെ ആവശ്യമില്ലെന്ന്. എന്തോ കണ്ടിട്ട് തരാനാ? മനസ്സിലായോ? വിശദീകരണത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല, ശ്രദ്ധിച്ചാട്ട്. സമ്പത്ത് കൊണ്ട്, സൗന്ദര്യം കൊണ്ട്, ആഢ്യത്വം കൊണ്ട് അവനുണ്ടാക്കിയ ഒരു സ്ഥാനമുണ്ട് ലോകത്ത്. തരിപ്പോയ യഹൂദൻ തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ചിലവഴിച്ചത് പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും വിശകലനങ്ങൾക്കും വിശേഷിച്ച് സാങ്കേതിക അഭ്യസനത്തിനാണ്. കറണ്ട് പോയാലുള്ള ബുദ്ധിമുട്ടറിയാമല്ലോ. ഈ വൈദ്യുതി നമുക്കിങ്ങനെ തന്നതിൻ്റെ പിന്നിലെ ഗവേഷണം നടത്തിയ മൈക്കൽ ഫാരഡേ ഒരു യഹൂദനായിരുന്നു. മനസ്സിലായോ? ഫാരഡേ. അതുപോലെ നിരവധി ആളുകൾ. സിഗ്മണ്ട് ഫ്രോയിഡ് ഒരു യഹൂദനായിരുന്നു. വിസ്മയോഹമായ സംഗീതത്തിൻ്റെ മാന്ത്രിക ലോകത്തിലൂടെ മനുഷ്യരെ നയിച്ച ബീഥോവൻ ഒരു യഹൂദനായിരുന്നു. യുവാക്കളിൽ ആവേശത്തിരയിളക്കുന്ന, മാറ്റത്തിന് ആഹ്വാനം ചെയ്യുന്ന വിപ്ലവചിന്തയുടെ ആചാര്യൻ കാൾ മാർക്സ് ഒരു യഹൂദനായിരുന്നു. ലോകത്തെ വിസ്ഫോടനം കൊണ്ട് പലയാവർത്തി ഭസ്മീകരിക്കുന്ന ആറ്റം ബോംബുകൾ, അവ നിർമ്മിക്കാൻ പ്രേരകമായ E=mc², ഈ തത്വം, ഈ ഭൗതികശാസ്ത്ര സിദ്ധാന്തം ലോകത്തിന് കൊടുത്ത ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു യഹൂദനായിരുന്നു. ഒത്തിരി പേരുണ്ടിരിക്കാനെ. ചുരുക്കത്തിൽ ലോകം മൊത്തം ചെതറി. യഹൂദനെ നമ്മൾ ഇന്ന് ഫേസ്ബുക്കൊക്കെ എടുത്താൽ ചില ഇതിലേക്ക് കയറിയ മൊത്തം യഹൂദനെ തെറി പറഞ്ഞേ കാണുകയുള്ളൂ. പക്ഷേ ആ ഫേസ്ബുക്കും അവൻ്റെയാണ്. അവന് സന്തോഷം അവനെ തെറി പറയുന്നത്. കാരണം നമ്മളിങ്ങനെ റീചാർജ് ചെയ്ത് അവനെ തെറി പറയുമ്പോൾ അവന് കാശ് കിട്ടിക്കൊണ്ടിരിക്കുക. ചെറുക്കഴുതിൽ ഈ ചീത്ത പറയുന്നതിൻ്റെ ഗുണം. ഞാൻ അടുത്ത കാലത്തൊരു കവിത എഴുതി. ഇത് മേടിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഞാനിത് എഴുതി. ഇത് കവിതയും പുസ്തകമൊന്നും അല്ല, സത്യത്തിൽ ഒരു ക്വാളിറ്റിയുള്ള സാധനമല്ലെന്ന് നിങ്ങളെക്കാൾ എനിക്കറിയാം. ഞാനിങ്ങനെ ഒന്ന് ചെയ്തു എന്ന് കേട്ടപ്പോഴേ ആളുകൾ ബഹളം തുടങ്ങി. ഒരാഴ്ച കൊണ്ട് 1000 കോപ്പി വിറ്റ് തീർന്നു. എന്നെനിക്ക് ആദ്യമായി മനസ്സിലായി, വിമർശിക്കാൻ 10 പേരുണ്ടെങ്കിൽ നമ്മുടെ കാര്യം രക്ഷപ്പെട്ടു. എൻ്റെ കയ്യിൽ വലിയ ബാധ്യതയില്ല, അങ്ങ് തീർന്നു കിട്ടി. അടുത്തൊരു 1000 കൂടി പഠിച്ചിരിക്കുക. അതിൽ കുറേയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. തരാം, വിൽപ്പനയൊന്നുമല്ല, വിഷമിക്കേണ്ട ആരും. കാരണം എനിക്ക് ഇതിൻ്റെ മുതൽ കിട്ടി. ഇനിയിപ്പോൾ ഇത് എലിയിലൊക്കെ പോട്ടെ. ചുരുക്കി പറഞ്ഞാൽ, നമ്മളെ ആക്ഷേപിക്കാൻ 10 പേരുണ്ട്, നമ്മുടെ കാര്യം രക്ഷപ്പെട്ട. അവനുണ്ടാക്കിയ ഫേസ്ബുക്കിലൂടെ ജൂതനെ ആളുകൾ അവർക്കെതിരെ പോസ്റ്റ് ഇടുക. അവർ പറഞ്ഞ് ആയിക്കോട്ടെ. ചില വിശദീകരണങ്ങൾ പിന്നാലെ വരാം, ശ്രദ്ധിച്ചിരിക്കണേ. അപ്പം ജൂതൻ ലോകം മുഴുവൻ ചെതറിപ്പോയവൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടം അഭിവൃദ്ധിയുടേതായിരുന്നു. സാമ്പത്തിക അഭിവൃദ്ധി, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ അഭിവൃദ്ധി. അവനങ്ങനെ കരുത്തനായി, സമ്പന്നനായി. സാമ്പത്തിക രംഗത്ത് അവനുണ്ടാക്കിയൊരു വലിയ മാറ്റമാണ് ബാങ്കിങ്. ബാങ്കിങ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കാണുന്ന ആ ബാങ്ക് സംവിധാനത്തിൻ്റെ ഒക്കെ അപ്പുറത്ത് വൻതോതിൽ പലിശ ഈടാക്കുന്ന കൊള്ളപ്പലിശ ബാങ്കുകൾ യഹൂദനുണ്ടാക്കി. ചെന്നിടത്തെല്ലാം സമ്പത്താർജിച്ച യഹൂദൻ പെട്ടെന്ന് ധനാഢ്യനായി മാറി. അത് കണ്ട് ലോകരാഷ്ട്രങ്ങളിൽ പലർക്കും അവരോട് വെറുപ്പായി. ഞങ്ങളുടെ നാട്ടിൽ വന്ന് പണം പിരിച്ച് ഞങ്ങൾക്ക് പലിശ തന്നു, പലിശയ്ക്ക് ഞങ്ങളോട് വാങ്ങി മറ്റാളുകൾക്ക് കൊടുത്ത് നീ കോടീശ്വരനാകുന്നോ? വളരെ മോശമായി കാണിക്കുന്നത്. നീ എന്നെ എടുക്കായിരുന്നു. അങ്ങനെ ഇവിടെ രാജാവിനെപ്പോലെ അവൻ ജീവിച്ചു. യഹൂദനെതിരെ ഒരു മാസ്റ്റർ പ്ലാൻ. ഇറ്റലിയിലും ജർമ്മനിയിലുമൊക്കെ യഹൂദനെതിരെ ഒരു വലിയ വികാരമിളക്കി വിട്ടുകൊണ്ട് ഈ ഇറ്റാലിയൻ രാഷ്ട്രീയവും അതുപോലെ ജർമ്മൻ രാഷ്ട്രീയവും ശക്തിപ്പെട്ടു. എന്താ കാര്യം? ഈ 2 രാജ്യങ്ങൾ ക്രൈസ്തവ രാജ്യങ്ങളായിരുന്നു. യഹൂദനെതിരെ ഒരു വികാരമിളക്കി വിടാൻ ഒരു ചെറിയ മതപരമായ ചിന്ത മതിയായിരുന്നു. ആളുകൾ പറഞ്ഞു കൊടുത്തു, യവനുമായിട്ട് യാതൊരു ഡീലും പാടില്ല, ഇവൻ ശപിക്കപ്പെട്ടവനാ, നമ്മുടെ കർത്താവിനെ കൊന്നവനായിട്ട് വന്നു. ഇത് കേൾക്കും തോറും ഈ വികാരജീവികളായ വിശ്വാസികൾ കയറി അടിക്കുകയല്ലേ.
ശരിയാണോ? നമുക്കത് തോന്നുന്നത് നമ്മൾ ഈ പണിക്ക് പോകാത്തതുകൊണ്ടാണ്. വഴി നിന്നൊരുത്തൻ ചീത്ത പറഞ്ഞാൽ നമ്മൾ അടിക്കുമോ? നമ്മൾ പ്രാണനും കൊണ്ട് ഓടും അന്നേരം. മനസ്സിലായില്ലേ? ഞങ്ങൾ ഈ പാസ്റ്റർമാരൊക്കെ എവിടെയെങ്കിലും ചെന്നിട്ട് ആദ്യം വണ്ടി എവിടെ പാർക്ക് ചെയ്യണമെന്ന് ആലോചിക്കുന്നത്. കസ്റ്റം പാസ് കാണിച്ചിരുന്നിടത്തൊന്നും ഞാൻ പാർക്ക് ചെയ്യില്ല. അപ്പോൾ പോകേണ്ട വഴിയൊക്കെ നമുക്കറിയാം, ഒക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോകുന്നത്. ഇനി വണ്ടി ഇല്ലേലും ഇവിടുന്ന് പോകും, അതിന് വഴിയുണ്ട്. പല വഴികളിങ്ങനെ കണ്ടുപിടിച്ചാൽ നമ്മളിവിടെ നിൽക്കുന്നത് എങ്ങോട്ട് പോകണമെന്ന്. അച്ഛാ, നമുക്കെതിരെ ഒരുത്തം പോരാടാൻ വന്നാൽ പല വഴികൾ കണ്ടുപിടിച്ചോണം, ഒടുവിൽ പ്രാർത്ഥനയോടെ പോക്കണം. മനസ്സിലായോ? എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഫോണെടുത്ത് വിളിച്ച് പറയണം, അവിടെ ആ ദൈവമക്കളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. നിങ്ങൾക്കറിയോ? അതാ സന്തോഷം. ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങോട്ട് വരാം. ഇതുപോലൊരു പൊതുഗതി പ്രസംഗിച്ചൊരു കാര്യം സെക്കുലർ ടി വിയുടെ ആളുകളുണ്ടായിരുന്നു അവിടെ. സെക്കുലർ ടി വി എന്ന് പറയേണ്ട അമൃത ടി വി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞൊരു പരാമർശം ഇങ്ങനെ വെട്ടിയെടുത്ത് ഒരു ട്രോൾ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നറിയണ്ടേ? ഞാനീ പ്രസംഗിച്ചിങ്ങോട്ട് വരുമ്പോൾ ഒത്തിരി പോലീസും ഒത്തിരി ആളുകളും ഇങ്ങനെ ഇരിക്കുക. ഇതിൻ്റെയൊക്കെ ഒരു 8-10 ഇരട്ടി ആളുകളാണ് പോലീസ്. അതുകൊണ്ട് തന്നെ ഉണ്ട്. ഉദ്യോഗസ്ഥരെ കണ്ടപ്പോൾ എനിക്കൊരാവേശം മൂത്തിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് സാറുമാരെ, നിങ്ങളൊന്ന് കേൾക്ക്. നമുക്ക് സന്തോഷമല്ലേ 50 പോലീസ് ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ പേടിയല്ല. അവരുടെ സുവിശേഷം കേൾക്കും, അതായില്ലേ സന്തോഷം. ഒരു യോഗമൊക്കെ വിവാദമാക്കിച്ച് ആളുകൾ ഇവിടുന്ന് പോകും. പിറ്റേന്ന് പോലീസ് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ സന്തോഷം. നമ്മളെ ഏതായാലും തല്ലിയല്ല, എന്താ കാര്യം? നമ്മളെ കണ്ട് ചെയ്യുന്നതല്ല. തല്ലേണ്ട കാലത്ത് നമുക്കിട്ട് തല്ല് കിട്ടിയില്ല, കൃപയാൽ. ഹല്ലേലൂയ. കൃപയാൽ യേശുവിനെ സ്വീകരിച്ചപ്പോൾ നമ്മൾ തല്ലേണ്ട കാര്യം വരുന്നില്ല. ഒരു സുവിശേഷം കേൾക്കുക. ഞാൻ പറഞ്ഞു, സാറുമാരെ, നിങ്ങൾ ഈ ലോകം മുഴുവൻ ഇങ്ങനെ റെയ്ഡ് ചെയ്തു പോവാ. നിങ്ങൾ ദയവായിട്ട് മതസ്ഥാപനങ്ങളെല്ലാം റെയ്ഡ് ചെയ്തിട്ട് അവിടുന്ന് കത്തിയെടുക്കുന്നു, അവിടുന്ന് ബോംബെടുക്കുന്നു, പെട്രോൾ ബോംബെടുക്കുന്നു, അവിടുന്ന് സൾഫ്യൂരിക് ആസിഡ് എടുക്കുന്നു, നിരോധിത വസ്തുക്കൾ പലതും എടുക്കുന്നു. മതത്തിൻ്റെ പേരിൽ പലരും ഇത് സ്ഥാപനങ്ങളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുക. ഭീകരത. നിങ്ങൾ ഞങ്ങളുടെ പള്ളികൾ കൂടി ഈ പോകുന്ന വഴിക്ക് കയറി ഞങ്ങളുടെ ആലയം കൂടി റെയ്ഡ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞു. മനസ്സിലായോ? നിങ്ങൾ ഞങ്ങളുടെ ആലയങ്ങൾ കൂടി റെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞു. റെയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒന്നുകൂടി പറഞ്ഞു, ഞങ്ങളുടെ ഹാളുകൾ അവിടെ കയറി റെയ്ഡ് ചെയ്യാൻ എന്താ കിട്ടും? 4-5 പായ. അതിൻ്റെയൊക്കെ കോലം പറയാതിരിക്കുക ഭേദം. എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്കാൻ നമുക്ക് അന്നേരം തോന്നും. ആ ടൈപ്പ് കുറേ പായ. ഇപ്പോൾ ചെറിയ മാറ്റമൊക്കെ ആയി തുടങ്ങി. ഉപയോഗമില്ലാത്ത 3-4 കസേര, മേടിച്ചതിൻ്റെ അന്ന് ഒന്ന് ചലിച്ച ക്ലോക്ക്. വർഷങ്ങളായിട്ട് അവനിങ്ങനെ ഒരു പുനരുദ്ധാരണം കാത്തിരിക്കുകയാണ്. എന്നെ ആര് ഉയർപ്പിക്കും, ആരെഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ക്ലോക്ക്. ഇതാ ഉള്ളത്. ഞാൻ ചോദിച്ചാൽ വേറൊന്നുമല്ല, ധൈര്യമുണ്ടോ ഭരണകൂടമേ ഞങ്ങളുടെ ആലയങ്ങൾ റൈഡ് ചെയ്തിട്ട് ഒരു പിടി വെടിമരുന്നെടുക്കാൻ? ധൈര്യമുണ്ടോ ഒരു കൊച്ചു പിച്ചാത്തി എടുക്കാൻ ഇതിനകത്തുനിന്ന്? ധൈര്യമുണ്ടോ വടിവാളോ ആക്രമണായുധങ്ങളോ കുറുവടികളോ എടുക്കാൻ? ഇല്ല. എന്താ കാര്യം? മതത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ ചെറിയ ഒരോലപ്പടക്കം പോലും ലോകത്ത് പൊട്ടിക്കാത്ത ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അംഗീകരിക്കുന്ന അവൻ്റെ അനുവാദകരുടെ മാർഗമാണ്, യേശുവിൻ്റെ മാർഗമാണ്. ഞങ്ങൾക്ക് അക്രമമില്ല, ആയുധം കൊണ്ടുള്ള അടരാടുന്ന ഏർപ്പാടില്ല. യഹൂദനെതിരെ തിരിച്ചുവിട്ടു. അങ്ങനെ പോരാടി അന്നത്തെ ക്രിസ്ത്യാനിറ്റി. ആ പോരാട്ടം ശക്തിപ്പെട്ട നാൾ വഴികളിൽ ചിലത് പറയാം, ശ്രദ്ധിച്ചാട്ടെ. യഹൂദനെ അവഗണിക്കാൻ തുടങ്ങി. ഒരു യഹൂദനും നിങ്ങളും ഒരുമിച്ച് ബസ് യാത്ര ചെയ്താൽ നിങ്ങൾക്ക് 50 രൂപ ചാർജ് വരുന്നിടത്ത് ജൂതൻ 200 രൂപ കൊടുക്കണം. അപ്പോൾ അവൻ ചോദിക്കും, ഇതെന്താ ഇങ്ങനെ? നീ ഒരു യഹൂദനാണ്, ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളോട് പണം ഉണ്ടാക്കി ഇവിടെ ജീവിക്കുക, ഈ വണ്ടിയിൽ പോണേ 200. അല്ല, ഇപ്പോൾ ഇറങ്ങി, ഇപ്പോൾ കയറിയതിൻ്റെ തന്നേച്ച് ഇറങ്ങിയോ? ഇവിടെ ഇറങ്ങണം, സീറ്റ് കൊടുക്കുകയില്ല, നിൽക്കണം. അതവസ്ഥ. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെന്നാൽ ക്യൂ നിൽക്കണം. തദ്ദേശവാസികൾ വന്നാൽ ഈ ക്യൂവിൽ വീണ്ടും പുറകിൽ പോകണം. അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യമായിരുന്നു കഷ്ടം. കലാലയത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എത്ര മികവുറ്റ വിദ്യാഭ്യാസം നേടിയാലും അവരോട് പറയും, നിങ്ങൾ ജൂതന്മാരാ, യേശുവിനെ ഒറ്റിക്കൊടുത്ത ആളുകളാ, നിങ്ങൾ ശരിക്ക് പഠിച്ചവരായിരിക്കില്ല, അതിനത് കോപ്പിയായിരിക്കും, പരിഗണനയില്ല. അതുകൊണ്ട് തീർന്നില്ല.
മറ്റു ചില രീതിയിലേക്ക് പീഡ കടന്നു. കൊച്ചു കുട്ടികളില്ല സ്കൂളിൽ പഠിക്കുന്നത്, ഈ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ വാക്സിനുകൾ നൽകുന്നു, പ്രതിരോധ വാക്സിൻ നൽകുന്നു എന്ന വ്യാജേന ജർമ്മനിയിലും ഇറ്റലിയിലും യഹൂദ വിദ്യാർത്ഥികളെ തിരഞ്ഞു പിടിച്ച് മാരക രോഗത്തിൻ്റെ വൈറസുകളെ കുത്തിവെച്ച് അവരെ രോഗികളാക്കി. രോഗം മൂർച്ഛിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കലാലയത്തിലും വീട്ടിലും വാർത്തുകൂടാ, പകർച്ചവ്യാധിയാ. ഈ കുഞ്ഞുങ്ങളെ പ്രത്യേക നിരീക്ഷണ ക്യാമ്പുകളിലേക്ക് മാറ്റും. ആ ഒബ്സർവേഷൻ ക്യാമ്പുകളിൽ വ്യത്യസ്ത രോഗികളുണ്ട്. എന്തിനാ രോഗമുണ്ടാക്കുന്ന അറിയണ്ടേ? മനുഷ്യ ശരീരത്തിൽ രോഗം കുത്തിവെച്ചവരെ രോഗിയാക്കി മാറ്റിക്കൊണ്ട് പഠന വസ്തുവാക്കി മാറ്റുന്നു ഫിഷഗ്വരന്മാർ, ഡോക്ടർമാർ. തങ്ങളുടെ കൈപ്പിടി വിട്ടുപോയി കുഞ്ഞിനെ മരിച്ചാലും മാതാപിതാക്കൾക്ക് കിട്ടാത്ത വിധത്തിൽ ആ കുഞ്ഞ് ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നു. ഇതാണൊരു സ്ഥിതി. ഇനിയുമുണ്ട് മനുഷ്യനെ പീഡിപ്പിച്ച രീതി, പുരുഷന്മാരെ പീഡിപ്പിച്ച ചില രീതികൾ പറയാം. ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കാതെ എത്ര നാൾ ജീവിക്കും എന്നറിയാൻ ആ മനുഷ്യനെ ഫുഡ് കൊടുക്കാതെ ക്യാമ്പുകളിലിട്ടു. വിശന്ന് വെള്ളം മാത്രം കുടിച്ച് എത്ര നാൾ കഴിയും. അങ്ങനെ ചിലരെ പരീക്ഷിക്കുമ്പോൾ വെള്ളം കൊടുക്കാതെ ചിലരെ പരീക്ഷിച്ചു. ചിലടത്ത് ഫുഡുണ്ട്, വെള്ളമില്ല. ഭക്ഷണമുണ്ട്, വെള്ളമില്ല. ചിലടത്ത് രണ്ടുമില്ല. എത്ര നാൾ? മരണത്തെക്കുറിച്ച് പഠിക്കാൻ പലതരം ശൈലികൾ. മനുഷ്യൻ്റെ തലക്ക് അതകത്തെ കൈയും കാലും കെട്ടി ബന്ധിച്ച ശേഷം നേരിയ കനമുള്ള ചുറ്റിക കൊണ്ട് പതുക്കെ തലക്കടിച്ചടിച്ചടിച്ചടിച്ച് ഈ മരണവെപ്രാളം കാട്ടുന്ന ആളിൻ്റെ ചേഷ്ടകൾ പഠിക്കാൻ ആളുകൾ കാത്തിരുന്നു. മരിക്കുമ്പോൾ കാണിക്കുന്ന ചേഷ്ടകൾ എന്തൊക്കെയാ? ജീവനുള്ള മനുഷ്യ ശരീരം കീറി മുറിച്ചു പഠന വസ്തുവാക്കി. താരതമ്യേന സുന്ദരന്മാരാണ് യഹൂദന്മാർ. റോസ് നിറം ഇടകലർന്ന മനോഹരമായൊരു ത്വക്ക്, അതാണ് അവരുടെ പ്രത്യേകത. കോതമ്പ് നിറം കലർന്ന ആ ത്വക്ക് അവർ കീറിയെടുത്ത് ഉരിഞ്ഞെടുത്ത് വാനിറ്റി ബാഗുകളുണ്ടാക്കി, മാനുകളുടെ തോൽ എന്ന വ്യാജേന ബാഗുകളുണ്ടാക്കി ലോകത്തിൻ്റെ പലയിടങ്ങളിൽ കയറ്റി അയച്ച് യൂറോപ്പിൻ്റെ വിപണി മുഴുവൻ. ഒത്തിരിയുണ്ട് പറയാൻ. കുറ്റവാളികളെന്ന് മുദ്രകുത്തി ഏതെങ്കിലും കേസിൽ പിടിക്കപ്പെട്ടാൽ അവർക്ക് കൊടുക്കുന്ന ശിക്ഷകളിൽ ചിലത് ഞാൻ പറയാം. ദൂരേക്ക് വലിച്ചു കെട്ടിയ മുള്ളുകമ്പി, ഇരുഭാഗത്തും വേലി കണക്കിന് മുള്ളുകമ്പി വലിച്ചു കെട്ടിയിരിക്കുക. അത് 90 ഡിഗ്രി ആംഗിളിൽ ചരിയും. ഇതിൻ്റെ ഉള്ളിൽ കൂടി നഗ്നരാക്കി ഓടിക്കുക. ഓടും വേളയിൽ എതിർവശത്ത് നിന്ന് നായ്ക്കളെ അടിച്ചുവിടുക. നായ്ക്കൾ കടിച്ചുകുടയാൻ ഇവിടെ നിന്ന് വരുമ്പോൾ അങ്ങേ വശത്തു നിന്ന് നായ്ക്കൾ വരിക. പ്രാണരക്ഷാർത്ഥം ഇവർ ഓടിക്കയറുന്നത് ഈ മുള്ളുകമ്പിയിൽ. മാംസം പറഞ്ഞുരഞ്ഞ് അതിലേക്ക് പറ്റിപ്പിടിക്കുന്ന വേളയിൽ ഈ കമ്പിയിലൂടെ ഷോക്ക് കടത്തിവിടുക, ഇലക്ട്രിസിറ്റി കടത്തിവിടുക. ഇങ്ങനെ 100 കണക്കിനല്ല 1000 ആളുകളെ കൊന്നിട്ട് ഈ വീഴുന്ന ശവശരീരങ്ങൾ ചുമക്കാൻ മറ്റ് ക്രിമിനലുകൾ എന്ന് മുദ്രകുത്തിയ യഹൂദനെ തന്നെ വെക്കുക. താൻ ചുമക്കുന്ന ശരീരം അപ്പൻ്റെയോ അമ്മയുടെയോ സഹോദരൻ്റെയോ സഹോദരിയുടെയോ എന്നറിയാതെ ഈ ചുമന്നുകൊണ്ട് വാഗണുകളിലിടുക. ഈ വണ്ടികൾ ഓടിച്ച് ആളില്ലാത്ത മേഖലകളിലേക്ക് ദൂരേക്ക് പോയി അവിടെ കത്തിക്കുക. കത്തിച്ച് തീരുന്നില്ല. മനുഷ്യ ശരീരം കത്തിച്ച് ആ ശരീരത്തിൽ നിന്ന് ഊറി വരുന്ന കൊഴുപ്പ് ക്യാനുകളിൽ ശേഖരിക്കും. ആ കൊഴുപ്പ് കൊണ്ട് സോപ്പും അങ്ങനെയുള്ള വസ്തുക്കളുണ്ടാക്കി യൂറോപ്പിൻ്റെ വിപണിയിൽ കൊണ്ട് വിറ്റു. അവശേഷിക്കപ്പെട്ട ശരീരഭാഗങ്ങൾ ജൈവ വളമാക്കി മാറ്റി കാർഷിക മേഖലയ്ക്ക് വിറ്റു. സ്ത്രീകളെയും മറ്റും ഉപദ്രവിച്ച വിധങ്ങൾ ഒരു പൊതുജന സമക്ഷം പ്രസംഗിച്ചുകൂടാ. 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഗർഭവതികളായ സ്ത്രീകളെ കൊണ്ടുവന്നു ആ ഉദരം പച്ചയ്ക്ക് കീറി ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുക്കുക. ആ ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്തിട്ട് അതിനെ ഉടച്ചു പരുവപ്പെടുത്തി ആ കുഞ്ഞിനെ വലിച്ചു കീറി പുറത്തെടുക്കുമ്പോൾ അതിനെപ്പോഴും പ്രാണനുണ്ട്. അതിങ്ങനെ പിടഞ്ഞുകൊണ്ടിരിക്കും. ഈ പിടയുന്ന കുഞ്ഞിനെ മർദ്ദം ചെലുത്തി ഇടിച്ച് തകർത്ത് പിഴിഞ്ഞ് ചാറാക്കി. അതുകൊണ്ട് ആ വസ്തു കൊണ്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കി
ഷാമ്പുവും മറ്റുമുണ്ടാക്കി, വിലപിടിപ്പുള്ള സോപ്പുണ്ടാക്കി പൊതുവിപണിയിൽ കൊണ്ടുവിറ്റു. എന്താണ് തങ്ങൾ വാങ്ങിച്ചുപയോഗിക്കുന്നതെന്നറിയാതെ ആളുകൾ ഇതൊക്കെ വാങ്ങി ഉപയോഗിച്ചു. 1 2 പേരെയല്ല, 1,10,00,000 പേരെ ഹിറ്റ്ലർ ജീവകാലത്ത് കൊന്നു. അതിൽ 60 ലക്ഷം ജൂതന്മാരായിരുന്നു. മാരകമായി ശിക്ഷടിച്ചു വിട്ട് ജൂതലോകത്തെ കൊന്നു കൊലവിളിക്കുമ്പോൾ എന്താണ് ഭവിച്ചതെന്നറിയണ്ടേ? ഇനി ഒരിക്കലും ചരിത്രത്തിലേക്ക് തിരിച്ചു വരാതെ ഈ ജാതി ഇവിടെ അസ്തമിക്കുന്നു എന്ന ചിന്ത ലോകത്തിന് പരന്നപ്പോൾ ചില രാജ്യങ്ങളിൽ പാർക്കുന്ന ജൂതന്മാർക്ക് അവിടെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിരുന്നു. വിശേഷിച്ച് ഇന്ത്യയിൽ, കേരളത്തിൽ, അതുപോലെ തന്നെ അമേരിക്കയിൽ, പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ സ്വസ്ഥത കിട്ടിയപ്പോൾ വടക്കൻ രാജ്യങ്ങൾ അവരെ പീഡിപ്പിച്ചു. എന്നാൽ വിയന്നയിൽ ഒത്തുകൂടി ഒരു സമ്മേളനം തീരുമാനിച്ചു, ഞങ്ങൾ പീഡിതരാകുന്നു, നമ്മൾ ഈ പീഡയിൽ നിന്ന് നേരിടാൻ എന്ത് ചെയ്യണം? അവരൊന്ന് പീഡിപ്പിക്കപ്പെടാൻ കാരണം നമ്മൾ നമ്മുടെ ദൈവത്തെ വിളിച്ച് നമ്മുടെ സംസ്കാരം പരിപാലിച്ച് നമ്മുടെ ശൈലിയിലൂടെ പോകുന്നത് ലോകത്തിനോട് യോജിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്കൊത്തൊരുമിച്ച് പാർക്കാൻ നമുക്ക് സ്വന്തമായി ലോകത്തെവിടെങ്കിലും 1 2 ജില്ലകൾ ആളുകൾ തരട്ടെ. അത് വെറുതെ വേണ്ട, മറിച്ച് പണം കൊടുക്കാം. ഉള്ള പണമുണ്ടവർക്ക്. അതിനുവേണ്ടി കളക്ഷൻ എടുത്തിട്ട് ആവശ്യകതയുടെ 3 ഇരട്ടി പണമാണ് കിട്ടിയേ. പക്ഷേ ലോകത്തൊരു രാജ്യവും ജില്ല കൊടുക്കാൻ തയ്യാറായില്ല. ജില്ല പോയിട്ടൊരു പഞ്ചായത്ത് പോലും കിട്ടുന്ന ലക്ഷണമില്ല. അവരപ്പോൾ പറഞ്ഞൊരു കാര്യം, വർഷങ്ങൾക്കപ്പുറത്ത് നമ്മുടെ പൂർവികന്മാർ ഉപേക്ഷിച്ചിറങ്ങിപ്പോന്ന ആ മണ്ണുണ്ടല്ലോ പാലസ്തീൻ, അത് തിരിച്ചു കിട്ടണം. ഇത് തുർക്കികളുടെ കയ്യിലാണ്. തുർക്കികളുടെ ഭരണാധികാരി ഹുസൈൻ ചക്രവർത്തിയെ കണ്ടിട്ട് ഒരു നിവേദക സംഘം ചെന്ന് പറഞ്ഞു, സർ, ഞങ്ങൾ അനുഭവിക്കുന്ന പീഡയെക്കുറിച്ച് അങ്ങേക്കറിയാമല്ലോ. അങ്ങയുടെ രാജ്യത്ത് ഉപയോഗമില്ലാതെ കിടക്കുന്ന ഒരു 120 മൈൽ സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾക്ക് തരണേ വിലയ്ക്ക്. അദ്ദേഹം പറഞ്ഞു, തരാം, വിലയൊന്നും വേണ്ട, സൗജന്യമാണ്. നിങ്ങളോട് പാർത്തോ? പക്ഷെ ഒരു വ്യവസ്ഥ. ഇതെന്നാ നിങ്ങൾക്ക് തരുന്നതെന്ന് അറിയണ്ടേ? പറയാം. മക്കൾ ഒലിവുമല കണ്ടിട്ടുണ്ടോ? ഒലിവുമലയിൽ നിന്ന് അങ്ങ് പടിഞ്ഞാറ് വശത്തേക്ക് വടക്കോട്ട് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ എന്താ കണ്ടേ? ഞങ്ങൾ മനോഹരമായ ഗലീലിയ തടാകം, ആ തടാകത്തിൽ നിന്നൊരു നീരൊഴുക്ക് താഴേക്ക് ഒഴുകുന്ന കണ്ടു. യോർദാൻ. ഇവ തമ്മിൽ ഒരു എത്ര അടി വ്യത്യാസം കാണും? ഒരു 700-800 അടി. 600 അടിയിലൊട്ടും കുറയില്ല. അങ്ങനെയെങ്കിൽ ഇതൊരു 18-20 അടി കഷ്ടിച്ചുണ്ട്. അപ്പോൾ 600 അടി ഒന്ന് സങ്കല്പിച്ച്. അങ്ങനെയെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ യോർദാനിലെ വെള്ളം ഒഴുകി ഒലിവുമലയുടെ മീതേ കിടക്കുന്ന കാലം വന്നാൽ അന്ന് തരാം. നടക്കുമോ? നമ്മളാണെങ്കിൽ അവിടെ തിരിഞ്ഞു നിന്നേനെ എന്നാ വെച്ചാൽ അത് ഞാൻ അന്ന് വരാമെന്നും പറഞ്ഞു. പക്ഷേ ഇവർ തിരിഞ്ഞ് നടക്കുമ്പോൾ ആ കൂടെ ഒരുവൻ പറഞ്ഞു, ആർത്തലക്കുന്ന ചെങ്കടലും ഭേദിച്ചുണങ്ങിയ നിലം വഴി ഇക്കര കടന്നവൻ്റെ ചെറുമക്കളാ ഞങ്ങൾ. അതുകൊണ്ട് ഇതും സംഭവിക്കും എന്നതിന് ഞങ്ങൾക്ക് തർക്കമില്ല. താങ്കളെന്ന് ഭൂമുഖത്തുണ്ടായാലും ഇല്ലെങ്കിലും ഒരു ദിവസം യോർദാനിലെ വെള്ളം ഒലിവുമലയുടെ മീതെ കടക്കും. ഒക്കെ ഒരു ചേരിയില്ല. ഇറ്റലിയും ജർമ്മനിയും ആ മറുചേരിയിൽ പ്രധാനമായും ഏറ്റുമുട്ടലിൻ്റെ ആദ്യഘട്ടം ബ്രിട്ടനാണ് നേട്ടം. അല്പം കഴിഞ്ഞ് ബ്രിട്ടൻ പരാജയം മണത്തു. തോൽവി രുചിച്ചു തുടങ്ങിയപ്പോൾ തോൽവിയുടെ മുനമ്പത്തെത്തിയ ബ്രിട്ടനെ യുദ്ധത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് യഹൂദ സയൻറ്റിസ്റ്റുകളാണ്. ഏത് പ്രതിസന്ധിക്കകത്തും മാരക വിപത്ത് വിതയ്ക്കാൻ കഴിയുന്ന മാരകായുധങ്ങളുടെ കണ്ടെത്തലോടെ യഹൂദ ശാസ്ത്രലോകം ബ്രിട്ടന് പിന്തുണ കൊടുത്തു. പകരം എന്ത് വേണം? ബ്രിട്ടൻ ചോദിച്ചു. ഈ യുദ്ധം ജയിച്ചാൽ യഹൂദന്മാരുടെ സയൻറ്റിസ്റ്റുകളുടെ മറുപടി, യുദ്ധം നിങ്ങളെ ജയിച്ചാൽ ഞങ്ങൾക്ക് പാലസ്തീൻ തരണം.
അല്ല, പണമല്ല. ബ്രിട്ടൻ സമ്മതിച്ചു. യുദ്ധം ബ്രിട്ടൻ ജയിച്ചു. ജർമ്മനി ഇറ്റലിയൊക്കെ തോറ്റു. ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞു. വാക്ക് പാലിക്കണമല്ലോ. അതുകൊണ്ട് ഈ പാലസ്തീൻ ഓട്ടോമൻ തുർക്കികളുടെ കയ്യിലിരിക്കുക. അത് പിടിക്കണം. ഇത് പിടിക്കാൻ വേണ്ടി ഒരു സൈനിക മേധാവിയെ ബ്രിട്ടൻ അങ്ങോട്ട് അയച്ചു. ഈ വചനം കേൾക്കുന്നവർക്കിടയിൽ CSI സഹോദരങ്ങളോടത്തോളം ഇദ്ദേഹം ഒരു CSIക്കാരനായിരുന്നു ഈ പോയ ആൾ. അവിടെ CSI ഇല്ല, ആംഗ്ലിക്കൻ എന്ന് പറയാവൂ. ആംഗ്ലിക്കൻ ചർച്ച്, അതിലെ വിശ്വാസിയാണ്. അത്ര എടുത്തു പറയാൻ കാരണം ഈ ബൈബിളുമായി നല്ല ടച്ചുള്ള ആളുകളാണ് ആംഗ്ലിക്കൻസ്. അവരാണ് ഈ ബൈബിൾ ലോകത്തിന് ഈ രൂപത്തിൽ തന്നത്. അപ്പോൾ ഇതൊക്കെ എന്നും ബൈബിൾ വായിക്കുന്ന മനുഷ്യനായിരുന്നു. ബൈബിൾ ഏറ്റവും കുറച്ച് വായിക്കുന്ന ആളുകൾ ആരാന്നറിയോ? ഞാൻ പറയുന്നില്ല. ബൈബിൾ നന്നായി വായിക്കുന്ന ആംഗ്ലിക്കൻ വിശ്വാസിയായ ബ്രിട്ടീഷ് ജനറൽ അല്ലൻബി യോർദാന് കുറുകെ കടന്ന് അക്കരെ പോകാൻ ഒരു പാലം സജ്ജീകരിച്ചു. ആ സ്ഥാനത്ത് നിന്നൊരു നല്ല പാലമുണ്ട്. ആ പാലം ഇദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് അല്ലൻബി പാലം. അലൻബി പാലം കടന്ന് ഒലിവുമലയുടെ മുകളിലെത്തി അദ്ദേഹം. അല്ലൻബി ബൈനോക്കുലർ കൊണ്ട് ഇങ്ങനെ വടക്കോട്ട് നോക്കി. അതാ ദൂരെ ഒരു പാനപാത്രം പോലെ കിടക്കുന്ന ഗലീലിക തടാകം. അവിടുന്ന് വെള്ളമൊഴുകി ഒഴുകി ലോകത്തിലെ ഭൂമിയിലെ ഏറ്റവും താണയിടം, സമുദ്രനിരപ്പിലും 10-200-500 അടി താഴെ കിടക്കുന്ന ചാവുകടൽ പലതും കണ്ടു. ഒടുക്കം അല്ലൻബി തിരിച്ച് കിഴക്കോട്ട് നോക്കി. തൊട്ട അടിവാരം, അതിന് ബൈനോക്കുലർ വേണ്ട, തൊട്ട് കൺമുമ്പിൽ കാണാൻ ഒരു സ്ഥലം, യെരുശലേം. അപ്പോഴാ മനസ്സിലായി, ഇതാ 4 മലകൾ മുട്ടി ഉരുമി ഒരു മല കൊണ്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കുഞ്ഞു മലകളുടെ സംഗമം കണ്ടിട്ട് സങ്കീർത്തനത്തിലൊരു വാക്യമോർത്തു, തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരുശലേം. അങ്ങോട്ട് നോക്കിയപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയേ. ഗുഹകൾ കണക്കെ നിരവധി ഇടങ്ങൾ. ഓ, ഇതല്ലേ ഞാൻ ഗ്രഹിച്ച, പരിചയിച്ച, പലപ്പോഴും വായിച്ച പീലാത്തോസിൻ്റെ കോത്തളം. ആ കാണുന്നതല്ലേ പട യെരുശലേമിൻ്റെ ചിതറിക്കിടക്കുന്ന കല്ലുകൾ. ആ കാണുന്നതല്ലേ കിഴക്കേ വാതിൽ. ഈ കാണുന്ന തെരുവീതിയിലൂടെയാണ് ഒരു മാരക മരക്കുരിശും തോളിലെന്തി എൻ്റെ അരിമനാഥൻ അങ്ങ് പോയി ആ ചെറുമല മുകളിൽ തൻ്റെ പ്രാണനെ മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഏൽപ്പിച്ചത്. പ്രാർത്ഥന മനുഷ്യനായി അല്ലൻബി ബൈനോക്കുലർ താഴെ വച്ചിട്ട് കൺട്രോൾ റൂമിലേക്ക് ഒരറിയിപ്പ് കൊടുത്തു, എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ. ബൈബിളും പ്രാർത്ഥന ആരാധനയൊക്കെ ആയിട്ട് കഴിഞ്ഞു പോകേണ്ട ഈ സ്ഥലത്ത് യുദ്ധം ചെയ്യാൻ വയ്യ. അതിലൊക്കെ ഭേദം നമ്മളാ. ഈ പ്രാർത്ഥനാ സ്ഥലമാണെന്ന് പോലും ഓർക്കുകയില്ല, യുദ്ധം ചെയ്യാനൊരു മടിയില്ല. ആയുധം ഇല്ലെന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, പറ്റില്ല, എനിക്ക് പകരം ആരെങ്കിലും ഒന്ന് വിടണേ. യുദ്ധമുന്നണിയിൽ വെച്ചൊരു പട്ടാളക്കാരൻ ഇങ്ങനെ പതറിയാൽ ജയിലിൽ പോകേണ്ടി വരും. അതല്ല അദ്ദേഹത്തിന് അറിയാം, സൈനിക മേധാവിയാ. മറുപടി, നോ മിസ്റ്റർ അല്ലൻബി, ദിസ് ജോബ് ബിലോങ്സ് ടു യു അല്ലൻബി. നിനക്കുള്ള പണിയാ, ചെയ്തേ പറ്റൂ. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയെങ്കിൽ എനിക്ക് മഹാരാജാവിൻ്റെ നഗരത്തിൽ ചോര ചിന്താൻ വയ്യ. യുദ്ധമില്ലാതെ ഇവറ്റകളെ ഒഴിപ്പിക്കാൻ എനിക്ക് അല്പം സമയം കൂടുതൽ തരണം. കൺട്രോൾ റൂമിലെ മറുപടി അനുവദിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കൂ അല്ലൻബി, വേണ്ടതുപോലെ ചെയ്തുകൊള്ളൂ. ഇതിന് സന്തോഷമായി. തനിക്കും പട്ടാളക്കാർക്കും ചില ദിവസങ്ങൾ പാർക്കണം. യുദ്ധമില്ലാതെ ഇവിടെ ആളുകളെ ഒഴിപ്പിക്കണം. യെരുശലേമും പാലസ്തീനും തിരികെ പിടിക്കണം. എന്ത് ചെയ്തു? അദ്ദേഹം അനുദിന ജീവിതത്തിൻ്റെ ആവശ്യത്തിന് പട്ടാള ബാരാക്കുകൾ സജ്ജീകരിച്ചു, സൈനിക ക്യാമ്പ്. അനുദിന ജീവിതത്തിൻ്റെ ആവശ്യത്തിന് വെള്ളം വേണേ. ഒരു 4-5 ഇടങ്ങളിലായി ടാങ്കുകൾ സജ്ജീകരിച്ചു. പോളിത്തീൻ ഉള്ളൊരു പ്രത്യേക ടാങ്കുണ്ട്. ജനറേറ്റർ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് മോട്ടോറുകൾ സജ്ജീകരിച്ച് വെള്ളം പമ്പ് ചെയ്ത് 2-3 ട്രിപ്പായി ടാങ്കുകളിൽ കയറ്റി ഒലിവുമലയുടെ മീതെയും വെള്ളം കടന്നു. എന്താ മനസ്സിലായി? ടാങ്ക് നിറഞ്ഞ് കവിഞ്ഞ് കുത്തനെ താഴേക്കൊഴുകി. വെല്ലുവിളിച്ചവൻ ഭൂമിയിലെന്നില്ല, പക്ഷേ വെല്ലുവിളി കേട്ടവൻ മരിക്കാത്തവനായി ഉയരത്തിൽ ജീവിച്ചിരിപ്പുകൊണ്ട്
ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഒന്ന് ഉറപ്പിച്ച് യോഗം വിട്ട് കടന്നു പോകാവൂ. ദൈവത്തെ കൊണ്ട് അസാധ്യമായ ഒരു കാര്യവുമില്ല. അവൻ ചിന്തിച്ചു, അത് സംഭവിച്ചിരിക്കും. അവൻ വാഗ്ദത്തം ചെയ്തു, അത് സാധിച്ചിരിക്കും. അന്ന് ഈ സ്ഥലം പിടിക്കപ്പെട്ടു. ഒത്തിരി സംഭവങ്ങളുണ്ട്. ആ ഘട്ടത്തിലാ തങ്ങൾക്ക് നേരെ ചീറിപ്പാഞ്ഞു വരുന്ന ആയുധം അതൊന്നും പ്രയോഗിക്കാതെ അല്ലൻബി ആദ്യം ഒരു ബൈപ്പോളാർ ഹെലികോപ്റ്റർ അങ്ങോട്ട് പറപ്പിച്ചിട്ട് ലഘുലേഖ താഴേക്ക് ഇട്ട് കൊടുത്തു. ഇത്ര എഴുതിയുള്ളൂ മകളെ, അതിലിത്രയുള്ളൂ, കീഴടങ്ങുക, ഇല്ലെങ്കിൽ ഞാൻ വെടിവെക്കും അല്ലൻബി. അല്ലെങ്കിൽ ഒത്തിരി പ്രവർത്തിക്കുന്ന അധികം സംസാരിക്കുകയല്ലോ. നിങ്ങൾ പറഞ്ഞോ, ഈ വെള്ളമടി കഴിഞ്ഞ് നാട്ടിൽ കിടന്ന് അങ്ങ് ഒത്തിരി പറയുക. ആ കുത്തൻ വന്ന് 2 കൊടുത്ത് വെച്ചു. അവനവൻ്റെ പാട്ടിന് പോയി. അവൻ കിടന്ന് ഉറങ്ങിയാട്ടും ഇവനെതിരെ പോയിട്ടില്ല ഇവിടുന്ന്. അവനവൻ്റെ ബാക്കി പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലൻബി ഒരു ഒറ്റ വാക്ക്, കീഴടങ്ങുക, അല്ലെങ്കിൽ വെടിവെക്കും എന്ന അല്ലൻബി. എന്നിട്ടേ ഇതിലേ പോകുന്ന അനൗൺസ്മെൻറ്റ് വാഹനത്തിലൂടെ അല്ലൻബിയുടെ ആളുകൾ പറഞ്ഞുകൊണ്ട് പോയി, വളരെ മര്യാദയ്ക്ക്, മക്കളെ പറന്ന് രക്ഷപ്പെടാം എന്ന് നിരൂപിക്കരുത്. ആകാശം ഞാൻ കൊട്ടിയടച്ചിരിക്കുന്നു പറക്കാതിരിക്കാൻ. കര മുഴുവൻ എൻ്റെ കരങ്ങളിലാണ്. നിങ്ങൾ നൂഴ്ന്നു പോകാൻ ശ്രമിക്കല്ല്. കടലും ഞാൻ അടച്ചിരിക്കുന്നു. ഒറ്റ വഴി കീഴടങ്ങിക്കോളാൻ. കണ്ടോ, ആയുധമൊന്നുമില്ല. പറയേണ്ടവൻ പറഞ്ഞാണ്ട് ഇങ്ങനെ പറന്നു പോലും രക്ഷപ്പെടാൻ പറ്റില്ല. അറബികൾ വിദ്യാഭ്യാസം കുറവായിരുന്നു. അതുകൊണ്ട് ഇത്രേ വായിച്ചുള്ളൂ, കീഴടങ്ങുക, അല്ലെങ്കിൽ വെടിവെക്കുക. അല്ലൻബി. അല്ലൻബി എന്ന വാക്കിന് അവരുടെ ഭാഷയിലെ അർത്ഥം അല്ലാഹ് എഗെയിൻസ്റ്റ് യു എന്നായിരുന്നു. അല്ലാഹ് നിങ്ങൾക്കെതിരാണ്. കണ്ടോ, വിദ്യാഭ്യാസം ഇല്ലല്ലോ കുഴപ്പം. അത്യാവശ്യം പഠിപ്പ് വേണം. ആര് പേടിച്ചുപോയ ആളുകൾ കീഴടങ്ങാൻ വെള്ളക്കൊടി ഉയർത്തി. ചിലർ ഈ സമയത്ത് പിക്കാക്സും മഴുവുമൊക്കെ കൊണ്ടുവന്നിട്ട് ഈ കിഴക്കേ വാതിൽ തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുകയും ദാ പാഞ്ഞു വരുന്നു വെടികുണ്ടകൾ. ആക്രമണത്തിൽ ആളുകൾ ചിതറിയോടി. എവിടുന്ന് വന്നാന്നറിയണ്ടേ? ഇവരെ സഹായിക്കാൻ റഷ്യ അയച്ചു കൊടുത്തൊരു സഹായക വിമാനം, അമേരിക്ക അയച്ച മറ്റൊരു സഹായക വിമാനം, ഒന്ന് ക്ലോക്ക് വൈസിൽ മറ്റൊന്ന് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കൂടി പറന്നുകൊണ്ടിരിക്കെ അല്ലൻബിയുടെ വിമാനം ഇതാ നടുക്കൂടി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക. പാലസ്തീൻ്റെ 120 മൈൽ ചുറ്റും ഇങ്ങനെ വിമാനങ്ങളുടെ ഇരമ്പൽ. ഈ സമയത്ത് സഖ്യസേനയുടെ മറ്റൊരു വിമാനം. എങ്ങും കേൾക്കുന്നത് വിമാനങ്ങളുടെ ഇരമ്പൽ. ആളുകൾ ഭയചകിതരായി നിൽക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞ മറ്റൊരു പ്രവചനം നിറവേറി. അന്നാളിൽ പക്ഷി ചുറ്റിപ്പറന്നു കാക്കും പോലെ ഞാൻ യെരുശലേമിനെ കാത്തുകൊള്ളും. യെരുശലേമിനെ തൊടുന്നവർക്കൊക്കെ അവൾ ഭാരമുള്ള ഒരു കല്ലായി മാറും, തൊടുന്നവർക്ക് മുറിവേൽക്കും. യെരുശലേം പിടിക്കപ്പെട്ടു, പാലസ്തീൻ പിടിക്കപ്പെട്ടു. പക്ഷേ ഇത് കൊടുക്കാൻ പറ്റിയില്ല. കൊടുക്കാൻ പറ്റാഞ്ഞത് ബ്രിട്ടൻ്റെ കുഴപ്പമില്ല. ബ്രിട്ടന് മനസ്സുണ്ടെങ്കിലും സഖ്യകക്ഷികളായ ഈ റഷ്യയും മറ്റുള്ള ആളുകൾ സമ്മതിക്കില്ല. കാരണം ഇവർ ഒന്നിച്ചു കൂടിയ പ്രശ്നം അറബികളെതിരായി മാറുന്നു. എണ്ണയുടെ രാഷ്ട്രീയത്തെ ബാധിക്കുന്നു. കൊടുക്കാൻ പറ്റില്ല. അന്ന് എനിക്ക് മനസ്സിലായത് ഈ സായിപ്പിനെ വിശ്വസിക്കില്ല. അവനേതാണ്ട് ചെയ്യുമെന്നോർത്ത് ഇവിടെ ഒന്നും പ്രവർത്തനം ആരംഭിക്കരുത്. പിടിയോ കർത്താവിൽ മാത്രമേ വിശ്വസിക്കാവുള്ളൂ. മനസ്സലിഞ്ഞൊരു സായിപ്പ് ലാശ് പറഞ്ഞൊരു കാര്യം ചെയ്യും, രാജ്യം തരികയല്ല, നിങ്ങൾക്കവിടെ തിരിച്ചു വരാം, അതിന് തടസ്സമില്ല. അങ്ങനെ ഓരോ യഹൂദനും പതുക്കെ പതുക്കെ ചേക്കേറാൻ തുടങ്ങി. പാവപ്പെട്ട കുറേ പാലസ്തീനികൾ അവിടെ താമസിക്കുക, അറബികൾ. അവരോട് പറഞ്ഞു, ഈ സ്ഥലം തരാമോ? അവർ പറഞ്ഞു, ഇത്ര ദിനാറ് വേണം. എന്നാ പിടിച്ചോ. വൻ വില കൊടുത്ത് ഈ സ്ഥലം ചോദിച്ച വില കൊടുത്ത് വാങ്ങി കിട്ടാത്ത സ്ഥലത്തിന് ചുറ്റുമുള്ള സ്ഥലം വാങ്ങി. ഇവർക്ക് വഴിയില്ലാതായി പുറത്തോട്ട് പോകാൻ. അവിടം കൂടെ മേടിച്ചു. തങ്ങൾ വിറ്റഴിക്കുന്ന 1 ഇഞ്ച് ഭൂമിയുടെ വില പോലും മനസ്സിലാക്കാനാവാതെ പാലസ്തീനികൾ വിറ്റഴിച്ച് ഒടുവിൽ അവിടെ മുഴുവൻ യഹൂദന്മാർ. ദൂരെ നിന്ന് വരുന്ന യഹൂദന്മാർക്ക് അവിടെ വന്ന് പാർക്കാൻ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു. പണം കടം കൊടുത്തു, സൗജന്യം കൊടുത്തു. ആളുകളെ കയറ്റിയെന്ന് മാത്രമല്ല, ഏറ്റവും അധികം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത അമ്മയ്ക്ക് അവാർഡ്. ഇന്നും അങ്ങനെയുണ്ട്. മക്കൾ കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ. സ്തോത്രം. പോട്ടെ, ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. അങ്ങനെ കൂടി യഹൂദന്മാരുടെ എണ്ണം കൂടി. പാലസ്തീനികളുടെ സ്വന്തം ദേശത്ത് അവർ പീഡിപ്പിക്കാൻ തുടങ്ങി. ഇതാ ഈ പാലസ്തീൻ യഹൂദ സംഘടനം പത്രത്തിൽ വായിക്കില്ലേ? ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഓടി വരുന്നൊരു കാര്യം, വർഷങ്ങൾക്കപ്പുറത്ത് ഞാൻ തിരുവനന്തപുരത്തൊരു യോഗത്തിന് പോവാം, കോവളം വഴി. എതിരെ ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയുടെ യോഗം വരുന്നു. കയ്യിലൊരു കൊടിയൊക്കെ പിടിച്ചു വന്നു. അപ്പം ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഇവരിവിടെ വന്നു. ഞാനപ്പോഴത്തേന് ഇതങ്ങ് പോട്ടെ, വണ്ടി ഒതുക്കി ഒരു കടയിൽ ചായ കുടിക്കാൻ കയറി. അപ്പോൾ ഇവരും അവിടെ നിർത്തി
അവരും കുറേ പേര് ചായ കുടിക്കാൻ കയറി. അവരെ സമ്മേളനം നടക്കാൻ പോവാം. കുറേ ലഘുലേഖ കയ്യിലുണ്ട്, പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്തൊന്ന് തന്നിട്ട് പറഞ്ഞു ഇതിലൊന്നും. ഞാൻ പറഞ്ഞു ഒരെണ്ണം വാങ്ങാം. മേടിച്ചു. ഞാൻ ചോദിച്ചു സാറേ ഇതെന്താ മനസ്സിലായില്ലല്ലോ. അങ്ങനെ പറയാനേ അത് പറയാം. പാലസ്തീൻ ഐക്യദാർഢ്യ പ്രതിഷേധ റാലി. മനസ്സിലായില്ല? പാലസ്തീനിൽ പാവങ്ങൾ ഇതാ പീഡിപ്പിക്കപ്പെടുന്നു. കുറേ ഫോട്ടോ എല്ലാം കാണിച്ചിട്ട് പറഞ്ഞു കണ്ടോ സാറേ, അക്രമമല്ലേ കാണിക്കുന്നത്, അതിനെതിരെ ഞങ്ങൾ ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പിന്തുണ നിങ്ങൾക്കാന്ന് പറഞ്ഞു. അവർക്ക് വലിയ സന്തോഷമായി. ഞാൻ ഈ പുസ്തകം മേടിച്ചല്ലോ. സാറേ ആരും ഞങ്ങളെങ്ങനെ പിന്തുണയ്ക്കുകയില്ല. അതെന്താ കാര്യം? ഞാൻ പറഞ്ഞു ഇത് നല്ലൊരു കാര്യമാണ്. കാരണം പ്രശ്നം നടക്കുന്ന പാലസ്തീനിൽ പ്രകടനം നടക്കുന്ന കോവളത്ത്. തടിക്ക് നല്ല ഇതാ. എന്താ കാര്യം എന്നറിയണ്ടേ? അങ്ങോട്ടൊന്ന് ചെല്ല് പ്രതിഷേധിക്കാൻ. ഒമ്പതിലെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ബാക്കി കിട്ടൂല. സ്ത്രീകളാണ് ഇങ്ങനെ ഗണ്ണും പിടിച്ച് നിൽക്കുന്നത്. നാടൻ തോക്കൊന്നുമല്ല. 14 വയസ്സുള്ള വെങ്കൊച്ചിൻ്റെ കയ്യിൽ സ്റ്റൻ ഗണ്ണ് പമ്പ് ചെയ്യും ഇങ്ങോട്ട് വെടിയുണ്ടകൾ. ബാക്കി കിട്ടത്തില്ല. ഓരോ പെൺകുട്ടിയും നിർബന്ധിത പട്ടാള സേവനം. ക്യാപ്റ്റനൊക്കെ സ്ത്രീകളാണ്. പ്രധാന സ്ഥാനങ്ങളിലെല്ലാം സ്ത്രീകളാണ്. സ്ത്രീകളുടെ കയ്യിലാണ് അവിടുത്തെ സൈന്യം, വാഹനങ്ങൾ, പൊതുനിരത്തുകൾ. ഇതെല്ലാം സ്ത്രീകൾക്ക് ഇത്രയും പരിഗണനയുള്ള ഒരു സ്ഥലമില്ലെന്ന്. എൻ്റെ കാരണം അറിയാവോ? അതും പ്രവചനമാണ്. അന്നാളിൽ അവരുടെ സ്ത്രീകൾ അവരുടെ പുരുഷനെ കാക്കും. വചനം കേട്ടോ? അനുവരം നമുക്ക് കുറേ സ്ത്രീകളുണ്ട് റോയ് പാസ്റ്ററെ, ഒന്നും പറയണ്ട, ഞാൻ വിശദീകരിക്കാനേ പോകുന്നില്ല. അന്നാളിൽ അവരുടെ സ്ത്രീകൾ അവരുടെ പുരുഷനെ കാക്കും. വളർന്നു രാജ്യം 48 സ്വതന്ത്രവും പരമാധികാരവുമുള്ള ഒരു രാജ്യമായി അവർ വളർന്നു. വിശദീകരിക്കുന്നില്ല. ഇന്ന് ഈ തർക്കഭൂമിയുടെ പ്രശ്നം എന്താ? ഇവിടെ പള്ളി വേണോ, മോസ്ക് നിലനിർത്തണോ? ഏറ്റുമുട്ടലിൻ്റെ കലാപഭൂമിയായി ഇതൊക്കെ ഇങ്ങനെ മാറി ലോകരാഷ്ട്രീയം പുകയുന്ന ഒരു ഘട്ടത്തിൽ ഒരേകാധിപതിയുടെ ഉദയത്തിന് ലോകം കാത്തിരിക്കുന്നു. ഒരേകാധിപതി എന്ന എതിർക്രിസ്തു ഉലകത്തെ കൺട്രോൾ ചെയ്യാൻ പാകത്തിന് തന്ത്രശാലിയായി, വിക്രമനായി, ഉപായബുദ്ധിയുള്ള ഒരു രാജാവായി എഴുന്നേൽക്കുന്നു. മറുവശത്ത് അവനെ നിഷ്പ്രഭരാക്കി ലോക ജനതയെ മുഴുവൻ തനിക്കായി കാത്തിരിക്കുന്നവരെ രക്ഷിക്കാൻ നമ്മുടെ കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകാൻ കാലം സമാഗതമായിരിക്കുന്നു. ആ ഏറ്റുമുട്ടലിന്റെ ഒടുവിൽ യേശുക്രിസ്തുവിനെ തന്റെ വായിലെ ശ്വാസത്താൽ അവൻ ഉമിന്നുകളയും. വചനം പറയുകയാണ്. ഉമിന്നുകളഞ്ഞിട്ട് ജയാളിയായ തൻ്റെ സഭയെ തൻ്റെ വലങ്കരം ചേർത്ത് പിടിച്ച്, ഇടങ്കരം കൊണ്ട് യഹൂദാ സഭയെ ചേർത്ത് പിടിച്ച് അവൻ കാലവിളംബമന്യേ അക്ഷരാർത്ഥത്തിൽ ഈ ഒലിമലയുടെ മുകളിൽ ഒന്ന് പ്രത്യക്ഷനാകും. ആ പ്രത്യക്ഷത ഏതൊരാൾക്കും കാണാവുന്നതാ. പരസ്യ പ്രത്യക്ഷത. രഹസ്യമായി ചേർത്തുകൊണ്ടവൻ പരസ്യമായി ആളുകൾ കൺകെ ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണത്തക്ക വിധത്തിൽ അവൻ്റെ പാദം ഒലിവുമലയുടെ മീതെ അമരുമ്പോൾ ഒലിവുമല 2 പിളരും. ഒരു താഴ്വര സംജാതമാകും. ആ താഴ്വരയിലൂടെ അവൻ യെരൂശലേം കേന്ദ്രീകരിച്ച് തൻ്റെ ഭരണത്തിൻ്റെ തുടക്കത്തിന് വേണ്ടി ഒരു യാത്രയ്ക്ക് തയ്യാറെടുത്ത് യെരൂശലേമിലേക്ക് കിദ്രോൻ തോടുകടന്ന് അവൻ തൻ്റെ ജനാവലിയുമായി, തൻ്റെ വിശുദ്ധ കാന്തയായി, കോടക്കണക്കിന് തൻ്റെ ജനതയുമായി അകത്തേക്ക് പ്രവേശനം ചെയ്യുമ്പോൾ സഹസ്രാബ്ദങ്ങളായി അടഞ്ഞുകിടക്കുന്ന യെരൂശലേമിന്റെ കിഴക്കേ വാതിൽ അവന്റെ കാൽപെരുമാറ്റത്തിന്റെ മുമ്പിൽ മലക്ക് തുറക്കുന്ന രംഗം അനവധി വർഷങ്ങൾക്കപ്പുറത്ത് ആത്മാവിൽ കണ്ടിട്ട് ദാവീദ് എഴുതി വെച്ചോ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വ രാജാവായവൻ യെരൂശലേം കേന്ദ്രീകരിച്ച് ഒരക്ഷരാർത്ഥ ഭരണകൂടം സ്ഥാപിച്ചുകൊണ്ട് ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു. ഒരു ചാതുര്യ കീർത്തനം പാടുവീൻ. അതിന് കാലം സമാഗതമാകിയാൽ 21 ദിനങ്ങളിൽ ഉപവാസ യോഗങ്ങളിൽ വന്നിരുന്ന് സംബന്ധിച്ച് ആത്മാവിൽ നിറഞ്ഞ വചനം കേട്ട എന്റെ പ്രിയപ്പെട്ടവരിൽ, അകത്തും പുറത്തും ഈ തിരുവെഴുത്ത് കേട്ട പ്രിയപ്പെട്ടവരിൽ ഒരാൾ പോലും കൈവിട്ടു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നില്ല. അവിടുത്തെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ രക്ഷാപദ്ധതിക്ക് പുറത്തല്ല, നീ അകത്തേക്ക് പ്രവേശിക്കാൻ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ പുറത്തു നിൽക്കരുത്, അകത്തേക്ക് വരിക. നിഴലുകളിതാ പൊരുളുകളാകുന്നു. ഇനി കാലം അധികം ഉണ്ടാകയില്ല. കണ്ണുകൾ അടച്ചാട്ടെ, പ്രാർത്ഥനയ്ക്ക് സജ്ജനാകട്ടെ. ഈ ദിനങ്ങളിൽ കേട്ട വചനം മാനസാന്തരത്തിലേക്ക് നയിക്കട്ടെ.
യേശുവിൻ്റെ പാതാരബിന്ദങ്ങൾ എടുത്തു വരാ. ഹൃദയംഗമായി നമുക്ക് അവന് മഹത്വമർപ്പിക്കാം. ആ ശുഭനിമിഷം ഇതാ നമ്മുടെ തൊട്ടു മുമ്പിൽ. നാഥാ, നീ വന്നാൽ കൈവിടപ്പെടുകയല്ല. എനിക്ക് നിന്നോടൊത്ത് വരണം, എനിക്ക് നിന്നോടൊത്ത് ജീവിക്കണം, എനിക്ക് നിൻ്റെ മകളാകണം, എനിക്ക് നിൻ്റെ മകനാകണം, എനിക്ക് നിൻ്റെ സാക്ഷിയാകണം, എനിക്ക് നിന്നെ പ്രസംഗിക്കണം, എനിക്ക് സ്നാനമേൽക്കണം, എനിക്ക് ആത്മനിറവിനെ പ്രാപിക്കണം, എൻ്റെ നിരാശകളെല്ലാം മാറി എനിക്ക് ഇരട്ടി ബലത്തോടെ നിന്നെ അനുഗമിക്കണം. ആർക്കാഗ്രഹമുണ്ട് യേശുവിനെ അനുഗമിപ്പാൻ, യേശുവിനെ സ്വീകരിപ്പാൻ? ഞാൻ മനസ്സിലാക്കുന്ന മഹാഭൂരിപക്ഷം പേരും യേശുവിനെ സ്വീകരിച്ചവർ. സ്നാനമേൽക്കാൻ ആരെങ്കിലും ഉണ്ടോ സഹോദരങ്ങളെ? സ്നാനമേറ്റ് യേശുവിനോട് ചേർന്നാട്ടെ. സ്നാനമേറ്റവരിൽ ആത്മനിറവ് ലഭിക്കാത്തവരുണ്ടോ? ആത്മനിറവോടെ നമുക്ക് യേശുവിനെ ആരാധിക്കാം. അവന്റെ വേലക്ക് പലയാവർത്തി വിളിയുണ്ടായിട്ടും പ്രതികരിക്കാൻ കഴിയാതെ പോയവരില്ലേ? ഏതളവിലും ഏതവസ്ഥയിലും എനിക്ക് എൻ്റെ യേശുവിൻ്റെ സാക്ഷിയാകണം. ആഗ്രഹം എത്ര പേർക്കുണ്ട്? എനിക്ക് യേശുവിനെ പ്രസംഗിക്കണം, എനിക്ക് അവൻ്റെ വേല ചെയ്യണം, എനിക്ക് യേശുവിനെ സാക്ഷിക്കണം. ഈ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സമർപ്പണം ചെയ്യാൻ ദൈവപരിശുദ്ധാത്മാവ് അകത്ത് പ്രചോദനം നൽകുന്നവർ മാത്രം ഇത് വിലപിടിപ്പുള്ള സമയമാണ്. യേശുവിനായി ഏതെങ്കിലും അളവിൽ ഈ കേട്ട വചനം വിശ്വാസമായി പരിണമിച്ചെങ്കിൽ അവർ മാത്രം കരമുയർത്തിയാട്ടെ. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്.